കർത്താവിന്റെ വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കർത്താവിനെ തന്നെ നോക്കി പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ യേശുവേ, അവിടുന്ന് ഞങ്ങൾ മധ്യത്തിലുള്ളതിനെ ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവേ നന്ദി. കർത്താവെ അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് നന്ദി പറയുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകിയതിനായിട്ട് നന്ദി പറയുന്നു. അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ അളവിലത് നിറച്ചാട്ടെ. പരിശുദ്ധാത്മാവിന്റെ ജീവജലത്തിന്റെ നദികൾ കർത്താവ് വലിയ പ്രവാഹമായിട്ട് ഞങ്ങളിലേക്ക് ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതെ കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പരിപൂർണതയുണ്ട്. അവിടുത്തെ തിരുമുഖം ഞങ്ങളെ സന്തോഷപൂരിതമാക്കുന്നു എന്ന് അവിടുത്തെ തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു. ആ തിരുമുഖത്തിന്റെ പ്രകാശം ഞങ്ങളിലേക്ക് ചൊരിഞ്ഞാട്ടെ. യേശുവിനെ കർത്താവെ ആഴത്തില് കാണുവാൻ, ആഴത്തിൽ അറിയുവാൻ, അവിടുത്തോട് ചേർന്നിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. അവിടുത്തെ ശബ്ദം തന്നെ കേൾപ്പാൻ, ജീവനും ആത്മാവുമാകുന്ന അവിടുത്തെ ആ തിരു ശബ്ദം, ആ ഇമ്പസ്വരം കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന, ഞങ്ങളെ ഉത്സാഹിപ്പിക്കുന്ന, ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന, ഞങ്ങളെ തിരുത്തുന്ന, ഞങ്ങളെ ശാസിക്കുന്ന, ഞങ്ങളെ വഴി നടത്തുന്ന കർത്താവെ, നല്ല ഇടയനായിട്ട് കർത്താവെ ഞങ്ങളെ മുമ്പേ വഴി നടത്തുന്ന, വഴികാട്ടിയായിട്ട്, മാതൃകയായിട്ട്, മുന്നോടിയായിട്ട് ഞങ്ങൾക്ക് മുമ്പേ ഓടി ഒട്ടം തികച്ചവനായ കർത്താവ്, വിശ്വാസന നായകനും പൂർത്തി വരുത്തുന്നവനുമായ ഞങ്ങളുടെ വിശ്വാസ നായകൻ, നന്ദി കർത്താവെ, നന്ദി. അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നവർക്ക് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടത്തേക്ക് ഞങ്ങളുടെ അവിടുത്തെ ഹൃദയത്തിൽ ഞങ്ങളോട് സംസാരിക്കുവാനുള്ള അവിടുത്തെ തിരുവചനങ്ങളുടെ കർത്താവെ ആ വലിയ ഒഴുക്കിനായിട്ട് കർത്താവെ, വലിയ കർത്താവെ, അവിടുത്തെ ആ നിറവിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. ഞങ്ങളെ തന്നെ അവിടുത്തെ മുമ്പാകെ പൂജ്യമായിട്ട് ഞങ്ങളെ തന്നെ ഒഴിക്കുന്നു കർത്താവെ, ഞങ്ങളെ തന്നെ എംറ്റി ചെയ്യുന്നു. ഒരു പൂജ്യമായിട്ട്, ഒരു സീറോ ആയിട്ട് അവിടുത്തെ മുമ്പാകെ കർത്താവെ ഞങ്ങളെ തന്നെയും താഴ്ത്തുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ഇളവിലാതെ നിറയ്ക്കണം. അവിടുത്തെ പിന്നെ നാമത്തെ മുഹൂർത്തപ്പെടുത്തണം. എല്ലാ യേശു കർത്താവിന്റെ വിലയേറിയ മാത്രമുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ. നമ്മള് വെളിപാട് പുസ്തകം 19-ാം അധ്യായം, വെളിപാട് പുസ്തകം 19-ാം അധ്യായം എന്ന് പറയുമ്പോൾ കുഞ്ഞാടിന്റെ കാന്ത, കുഞ്ഞാടിന്റെ കല്യാണം വന്നിരിക്കുന്നു, കാന്ത തന്നെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ള ആ വാക്യമാണ് വെളിപാട് 19-ാം അധ്യായത്തിന് വലിയൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വാക്യം. അത് ആ വാക്യങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നടന്നു നീങ്ങിയത്. വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ അതിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ അന്തിമോചനം പുസ്തകത്തിൽ നിന്നുള്ള അതിന്റെ ആ വാക്യങ്ങളും അതിന്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മളത് വായിച്ചായിരുന്നു. എന്നാൽ നമുക്കത് മൊത്തമായിട്ട് ആ കാര്യങ്ങൾ കണ്ടു തീർക്കാനുള്ള ഒരു സമയം ഇല്ലായിരുന്നു. അപ്പൊ നമുക്ക് അവിടെ വെളിപാട് പുസ്തകം അന്തിമോചനം പുസ്തകത്തിലെ ആ പോർഷൻ നമ്മൾ വായിച്ചതിലെ തന്നെ കാന്ത ഒരുക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞ് അതിന്റെ ചില കാര്യങ്ങൾ നമ്മൾ വായിച്ചായിരുന്നു. അവിടെ ഇവിടെ നമ്മൾ 19-ാം അധ്യായത്തിലെ ഹല്ലേലൂയ എന്നുള്ള വാക്ക്, പുതിയ നിയമത്തിലെ ഹല്ലേലൂയ എന്നുള്ള ആ വാക്ക് 4 തവണയാ വരുന്നത്. അത് 4 തവണയും അത് വെളിപാട് പുസ്തകത്തില്, അതും വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തില്, അതും വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിന് ആദ്യത്തെ 6 വാക്യങ്ങളിലാന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു. ആദ്യം ഹല്ലേലൂയ എന്നുള്ള വാക്ക് 1-ാമത്തെ വാക്യം വെളിപാട് പുസ്തകം 19:1 അവിടെ ആ ആദ്യത്തെ 3 തവണ ഹല്ലേലൂയ പറയുമ്പോഴും നമ്മളിപ്പോ 4 തവണ ഹല്ലേലൂയ കാണുന്നുണ്ട്. ഹല്ലേലൂയ എന്ന് പറയുന്നിടത്തൊക്കെയും അവിടെ ഒരു കാരണമുണ്ട്. വെറുതെ സ്തോത്രം 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 എന്ന് വെറുതെ ഒരു അർത്ഥമില്ലാത്ത ജൽപ്പനമായിട്ട് ഒരു മീനിങ്ലെസ് റെപ്പറ്റീഷൻ, അല്ലെങ്കിൽ നമ്മൾ ആ വാക്യം കണ്ടായിരുന്നു മത്തായി 6-ാം അധ്യായത്തിൽ. മീനിങ്ലെസ് റെപ്പറ്റീഷൻ ആയിരിക്കരുത്, വൃഥാ ജൽപ്പനമായിരിക്കരുത്. നമ്മള് മത്തായി 6-ാം അധ്യായത്തിലെ ആ വാക്യം കഴിഞ്ഞ ആഴ്ച നമ്മളത് കണ്ടായിരുന്നു. കർത്താവ് പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത് എന്നുള്ളൊരു കാര്യം. മീനിങ്ലെസ് റെപ്പറ്റീഷൻ എന്നുള്ളത് 7-ാമത്തെ വാക്യത്തിൽ പറയുന്ന അവിടെ മലയാളത്തിൽ പ്രാർത്ഥിക്കുകയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. ജൽപ്പനം എന്നുള്ള വാക്ക് മീനിങ്ലെസ് റെപ്പറ്റീഷൻ, ഡു നോട്ട് യൂസ്, അങ്ങനെയുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു. അപ്പം ഹല്ലേലൂയ എന്നുള്ള വാക്ക് നമ്മൾ ഓരോ തവണ പറയുമ്പോഴും യേശുവിനെ സ്തുതിക്കുന്ന ആ ഒരു സ്തോത്രത്തോടെ, നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ എല്ലാ സ്തോത്രവും പുകഴ്ചയും കരയേറ്റുന്നു എന്നുള്ള ആ ഒരു അർത്ഥവത്തായിട്ട് ഓരോ ഹല്ലേലൂയയും പറയുവാനും പാടുവാനും ഒക്കെ കർത്താവ് നമ്മൾ ബലപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നമ്മളുടെ സ്വയത്തിൽ നിന്ന് നമുക്കത് കഴിയത്തില്ല. എന്ന് വെച്ചാൽ നമ്മളെ സ്വയമായിട്ട് പറഞ്ഞാൽ നമ്മള് പരാതിയും പെറുവിറുപ്പേ ഉള്ളൂ നമ്മുടെ ജഡത്തില്. അല്ലെങ്കിൽ പരാതി, പെറുവിറുപ്പ്, അഹന്ത, നിഗളം, നീരസം, പൈപ്പ്, നമുക്കൊരു അസ്വസ്ഥത, അതൃപ്തി, ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ജഡത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വയത്തിലുള്ള ഒരു നന്മയില്ലാത്ത ജഡമെന്ന് റോമർ 7:18 നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ആ ജഡത്തെ അങ്ങ് താഴ്ത്തി കർത്താവിനെ ഏൽപ്പിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ഇച്ഛയിൽ, നമ്മുടെ വിൽ പവറിൽ, ഇച്ഛാശക്തിയിൽ അല്ലെങ്കിൽ വിൽ പവറിൽ നമുക്കൊന്നുകിൽ നമ്മളുടെ ആ സ്വന്തം ഇഷ്ടമാകുന്ന ജഡത്തെ അങ്ങ് താഴ്ത്തി കർത്താവിന്റെ വചനത്തിനായിട്ട് കീഴടക്കി കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ജഡത്തെ തന്നെ അങ്ങ് നമ്മുടെ ജഡത്തിന് തന്നെ നമുക്കങ്ങ് ചൂസ് ചെയ്യാം. നമ്മൾ അവിടെ ഏത് ചൂസ് ചെയ്യുന്നു? നമ്മള് കർത്താവിന്റെ ഇഷ്ടത്തെ ചൂസ് ചെയ്ത്, കർത്താവിന്റെ വചനമാകുന്ന കർത്താവിന്റെ ഇഷ്ടത്തെ ചൂസ് ചെയ്ത് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നുവോ?
നമ്മെ തന്നെ നമ്മുടെ ആ ഇച്ഛാശക്തിയിൽ നമുക്കൊരു ചോയ്സ് ഉണ്ട്. ഇച്ഛാശക്തി അല്ലെങ്കിൽ വിൽ പവർ, വിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി. അതൊരു ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവോ നെഗറ്റീവോ അല്ലാത്ത ദൈവം തന്നിട്ടുള്ള നമുക്കൊരു ചോയ്സ്, ഒരു തെരഞ്ഞെടുക്കുവാനുള്ള ഒരു ഫ്രീ വിൽ എന്ന് പറയുന്ന ആ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ദൈവം നമുക്ക് തന്നിരിക്കും. അവിടെ നമുക്ക് ഒന്നുകിൽ നമ്മളെ തന്നെ ദൈവത്തിന്റെ വചനത്തിന് മുമ്പായിട്ട് നമ്മളെ തന്നെ എങ്ങ് താഴ്ത്താം. നമ്മളുടെ ആ സ്വന്തം ഇഷ്ടം ആകുന്ന തിരശ്ശീല ആ സുവർണ അൾത്താരയാകുന്ന ഇച്ഛാശക്തിയുടെ മുമ്പാകെ ഉണ്ട്. അവിടെ ആ സ്വന്തം ഇഷ്ടത്തെ എങ്ങ് താഴ്ത്തി കർത്താവിനെ ഏൽപ്പിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ തന്നെ എങ്ങ് ഉയർത്താം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ സ്വന്തം ഇഷ്ടത്തിനെ നമുക്ക് അങ്ങ് ചൂസ് ചെയ്യാം. അവിടെ ഒന്നുകിൽ നമ്മുടെ ആ ചോയ്സിൽ നമുക്ക് ഒന്നുകിൽ ദൈവത്തിന്റെ ഇഷ്ടത്തെ ചൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഇഷ്ടത്തെ ആ ദൈവത്തിന് ഇഷ്ടമാകുന്ന ആ വചനമാകുന്ന വാടിനെ ഇരയാക്കാനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ജീവനുള്ള യാഗമായിട്ട് നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ആ ജഡത്തെ തന്നെ അങ്ങ് ചൂസ് ചെയ്ത്, ജഡം എന്ന് പറഞ്ഞാൽ സ്വയം, ആ സ്വയത്തെ തന്നെ ചൂസ് ചെയ്ത് ആ സ്വയജീവനെ തന്നെ ജീവിക്കുന്നവരായിട്ട്, ആ സ്വയജീവൻ തന്നെ നമ്മളുടെ ദേഹിയും ദേഹത്തേക്ക് കൺട്രോൾ ചെയ്യുന്നവരായിട്ട് ആയിത്തീർന്നു പോകാം. അവിടെ നമുക്ക് എങ്ങനെ അർത്ഥവത്തായിട്ട് ഹല്ലേലൂയ പറയാനൊക്കെ എന്ന് ചോദിച്ചാൽ നമുക്കായിട്ടത് പറ്റത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മെ തന്നെ അങ്ങ് താഴ്ത്തുവാനായിട്ട് ദൈവമുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാനുമായിട്ട് പ്രേരിപ്പിക്കുമ്പോൾ അവിടെ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മ നമ്മുടെ ആത്മാവിലേക്ക് വന്ന് നിറഞ്ഞ് അവിടെ നമ്മൾ പറയുന്ന ഹല്ലേലൂയ കർത്താവ് ഒരു സ്തോത്രമായിട്ട്, കർത്താവ് ഒരു സ്തുതിയായിട്ടായിത്തീരും. ഹല്ലേലൂയ സ്തോത്രം, പ്രൈസ് ടു ദ ലോർഡ് എന്നാണ് അതിന്റെ അർത്ഥം എന്നൊക്കെ. ഹല്ലേൽ എന്ന് പറഞ്ഞാൽ സ്തോത്രം, സ്തുതി. എന്ന് പറഞ്ഞാൽ ടു, ഈ കർത്താവിന് എന്നുള്ളതിന്റെ ആ ഒരു പ്രൊപ്പോസിഷൻ. പിന്നെ യഹോവ. അപ്പൊ ആ ഹല്ലേലൂയ, അപ്പൊ അവിടെ 4 തവണ ഹല്ലേലൂയ പറയുമ്പോൾ അവിടെ ഒരു കാരണമുണ്ട്. 3 തവണയും അത് ബാബിലോണിന്റെ ശിക്ഷാവിധിയെ കുറിച്ചുള്ള ഹല്ലേലൂയ ആണെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. 4ാമത്തെ തവണ ഹല്ലേലൂയ പറയുന്നത് നമ്മൾ അതിന്റെ 6ാമത്തെ വാക്യത്തിൽ, അപ്പോൾ വലിയ പുരുഷാരത്തിന് ഘോഷം പോലെയും പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെയും തകർത്ത് ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് ഹല്ലേലൂയ. അവിടെ സ്വർഗത്തിലെ സ്തോത്രമൊക്കെ എന്താ ഇങ്ങനെ സ്വത്രം എങ്ങനെ എന്തെങ്കിലും ഒരു പെരുവിറുക്കുന്ന കണക്കുള്ള ഒരു കാര്യമല്ല, മറിച്ച് പെരുവെള്ളത്തിന് വലിയ ശബ്ദത്തോടെയുള്ള സ്തോത്രം അതാ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ വലിയ പുരുഷാരത്തിന് ഘോഷം പോലെയും പെരുവെള്ളം. സ്വർഗത്തിന്റെ ആ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാല് ഇന്ന് ഓഫ്കോഴ്സ് ഇന്ന് ക്രിസ്തീയ ഗോളങ്ങളില് ക്രിസ്തീയ സഭകൾ എന്ന് പറയുന്ന പല പല ഇടങ്ങളിലൊക്കെ ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടി ആൾക്കാരങ്ങ് ഒച്ച വെച്ച് നിലവിളിച്ച് ബഹളം വെച്ച് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. നമ്മള് ആ ഒരു എക്സ്ട്രീമിലോട്ട് പോകരുത്. എന്നാൽ വേറൊരു എക്സ്ട്രീമും ഉണ്ട് ക്രിസ്തീയ ഗോളത്തില്. അവര് സ്തോത്ര സ്തുതിയൊന്നും ഹല്ലേലൂയൊന്നും വാഗൊണ്ട് തുറന്ന് പറയത്തില്ല. അങ്ങനെ ഇങ്ങനെ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ശുശ്രൂഷകൾ മാതിരി അങ്ങനെയുള്ള വേറൊരു എക്സ്ട്രീമും ഉണ്ട്. എന്നാൽ നമ്മള് ആ 2 എക്സ്ട്രീമിലോട്ട് പോകാത്ത ദൈവജനത്തിന്റെ ഒരു ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടി വാഗൊണ്ട് കുറെ അതര വ്യായാമം ചെയ്യുന്നതുമല്ല, പിന്നെ ഒരു സ്തോത്ര സ്തുതിയും പറയാതെ വേറൊരു എക്സ്ട്രീമിലോട്ട് പോയി വളരെ ഒരു പ്ലാനമായിട്ട് അങ്ങനെ ഇരിക്കുന്നതുമല്ല, മറിച്ച് കർത്താവിന്റെ സ്നേഹത്താല്, പരിശുദ്ധാത്മാവിനാല് കർത്താവിന്റെ സ്നേഹത്താൽ നിറഞ്ഞ് അത് ഹൃദയം നിറഞ്ഞു കവിഞ്ഞ് വായിൽ നിന്ന് സ്തോത്രത്തോടെ നമ്മള് ശബ്ദമുയർത്തി കർത്താവിനെ, അത് നമ്മള് സഭായോഗങ്ങളിലൊക്കെ നമ്മൾ ഒരുമിച്ച് ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിക്കുന്നത് വളരെ അതൊരു ഡെലിവറൻസ് ആണ്, അതൊരു വലിയൊരു വിടുതലാണ്. നമുക്ക് ആ ഒരു ശബ്ദം ഉയർത്താനോ കൈപൊക്കി സ്തുതിക്കാനോ ഒക്കെ ഉള്ള ആ ബന്ധനങ്ങളൊക്കെ മാറി വലിയ സന്തോഷത്തോടെ വലിയ സ്തോത്രത്തോടെ. ഇവിടെ നമ്മൾ ആ 6ാമത്തെ വാക്യത്തില് വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെയും തകർത്ത് ഇടിമുഴക്കം പോലെയും എന്നും പറഞ്ഞാണ് ആ ഒരു സ്വർഗത്തിന്റെ അന്തരീക്ഷം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അവിടെ നമുക്കറിയാം കർത്താവ് യെരൂശലേമിലേക്ക് വരുമ്പോഴത്തേക്കും ലൂക്കോസ് 19-ാം അധ്യായത്തില് അവിടെ കർത്താവ് കഴുതപ്പുറത്ത് വരുവാണ്. മത്തായി 21-ലും ലൂക്കോസ് 19-ലും മർക്കോസ് 14-ലും ഒക്കെ, മർക്കോസ് 13-14 അധ്യായങ്ങളിലൊക്കെ നമ്മൾ ആ കാര്യങ്ങൾ വായിക്കുന്നുണ്ട്. ലൂക്കോസ് 19-ാം അധ്യായത്തില് നമ്മളത് വായിക്കുമ്പോൾ അവിടെ എന്താ നമ്മൾ വായിക്കുന്നത്, അവിടെ വലിയ ശബ്ദത്തോടെ കുഞ്ഞുങ്ങളൊക്കെ ആർത്ത് വിളിച്ച് കർത്താവിനെ സ്തുതിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ 37-ാമത്തെ വാക്യം, ലൂക്കോസ് 19-ാം അധ്യായത്തിന് 37, അവൻ ഒലിവുമലയുടെ ഇറക്കത്തിനടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടം എല്ലാം തങ്ങൾ കണ്ട സകല വീര്യപ്രവർത്തികളെയും കുറിച്ച് സന്തോഷിച്ച്, അതായത് കർത്താവിന്റെ വീര്യപ്രവർത്തികള്, കർത്താവിന് അതിന് തൊട്ടു മുമ്പാണ് ലാസറസിനെയൊക്കെ ഉയർത്തിയത്. ലാസറസിനെ ഉയർപ്പിച്ചതായിരുന്നു കർത്താവിന്റെ വൺ ഓഫ് ദ ലാസ്റ്റ് മിറക്കിൾസ് ആയിട്ടുള്ളത്. അപ്പൊ ആ ലാസറസിനെയും 4-ാം നാള്
മരിച്ചവനെ 4-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന വലിയ അത്ഭുതമൊക്കെ ഇനിയും ഇവനെ വെച്ചുകൊണ്ടിരുന്ന പറ്റത്തില്ലെന്ന് വിചാരിച്ച ആ പെസഹ ആകുമ്പോഴത്തേക്ക് ഇവനെ വകവരുത്തണം എന്ന് പറഞ്ഞ് പരീക്ഷമാര് പ്ലാൻ ചെയ്യുന്നതൊക്കെ നമ്മൾ യോഹന്നാൻ 11-ാം അധ്യായത്തിന്റെ അവസാനം വായിക്കുന്നുണ്ട്. യോഹന്നാൻ 11-ാം അധ്യായത്തിലാണ് ലാസറസിനെ ഉയർപ്പിക്കുന്നതും. അതിന്റെ ആ 11-ാം അധ്യായത്തിന്റെ അവസാനമാണ് ഈ പരീക്ഷമാര് മഹാപുരോഹിതന്മാരൊക്കെ കൗൺസിൽ യോഗം കൂടുന്നു. ഇങ്ങനെ അവര് എങ്ങനെങ്കിലും ഇവൻ പെസഹ ആകുമ്പോഴത്തേക്ക് ഇവൻ വരുമായിരിക്കും, യെരൂശലേമിൽ വരാതിരിക്കത്തില്ല. അപ്പം ഈ പെസഹയോടുകൂടി തന്നെ ഇവന്റെ കഥ കഴിക്കണം എന്നുള്ള അവർ വലിയ പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ, പ്ലോട്ടിങ്, നെഗോസിയേഷൻ, അതിന്റെ ഗൂഢാലോചനയൊക്കെ നടക്കുന്നതായിട്ടൊക്കെ നമ്മൾ യോഹന്നാൻ 11-ന്റെ അവസാനമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഈ കർത്താവിന് വലിയ വീര്യപ്രവർത്തികൾ, അത് മാത്രമല്ല അതുപോലുള്ള വലിയ വലിയ വീര്യപ്രവർത്തികളും കാര്യങ്ങളും എല്ലാം കണ്ട് ലൂക്കോസ് 19:37 അടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടം എല്ലാം തങ്ങൾ കണ്ട സകല വീര്യപ്രവർത്തികളെയും കുറിച്ച് സന്തോഷിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി. അവിടെ ആ ശിഷ്യന്മാരെല്ലാം കൂടെ അവരെല്ലാം കൂടെ the whole crowd of the disciples began to praise God joyfully with a loud voice for all the miracles which they had seen, shouting. അവരെ ഉറക്കെ എന്താ പറഞ്ഞേ? 38-ാമത്തെ വാക്യം, കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ ചില പരീക്ഷന്മാരോ അവനോട്, പരീക്ഷന്മാർക്ക് ഇത് പിടിച്ചില്ല. ഈ ഉച്ചത്തിലുള്ള ശബ്ദം, ഇത് ചെവിതല തരത്തില്ലേ, വെറുതെ കിടന്ന് ബഹളം വെക്കുന്ന കണ്ടില്ലേ? ചില പരീക്ഷന്മാരും അവനോട്, ഗുരു നിന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു. ഇതൊന്നും മിണ്ടാതിരിക്കാൻ പറ, ഇവരോട് കിടന്ന് എന്തൊരു ശബ്ദമാ, ബഹളമാ, സമാധാനം തരത്തില്ല. 40-ാമത്തെ വാക്യം, അതിന് യേശു കർത്താവ് എന്താ പറഞ്ഞേ? ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഐ ടെൽ യു, പ്ലീസ് ബിക്കം സൈലൻസ്, ദ സ്റ്റോൺസ് വിൽ ക്രൈ ഔട്ട്. എന്നുവെച്ചാൽ അതുപോലെ ഇത്രയും വലിയ ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടുന്നു. ഈ ശിഷ്യന്മാരെ ഉല്ലസിച്ച് അവര് ആർത്തുഘോഷിച്ച് സ്തുതിക്കുന്നു. ഇവര് സ്തുതിച്ചില്ലെങ്കിൽ ആക്ഷരികമായിട്ട് തന്നെ കല്ലുകള് സ്തുതിക്കുന്ന തരത്തിലേക്ക് വരാം. പിന്നെ ആത്മീയാർത്ഥമായിട്ട് പറയുമ്പോൾ ഈ കല്ലുകളെ, ജീവനില്ലാത്ത കല്ലുകളെ ജീവകല്ലുകളാക്കി മാറ്റി, അതായത് അവിശ്വാസികളായിട്ട് ഇന്ന് ജാതികളായിട്ട് അനേകരുണ്ട്. അവരെയും ഇന്ന് നമ്മളെ ജീവകല്ലുകൾ എന്ന് പറയുന്നത് നമ്മളെ വിശ്വാസികളായിട്ട് നമ്മൾ ജീവനുള്ള കല്ലുകളാന്ന് പറയുന്നത് നമുക്ക് കർത്താവിന് വേണ്ടി വാ തുറക്കാനോ സ്തുതിക്കാനോ ഉറക്കെ പ്രാർത്ഥിക്കാനോ ഉറക്കെ സ്തുതിക്കാനോ ഒക്കെ നമുക്ക് വലിയ കെട്ടുകളും വലിയ ബന്ധനങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് സാക്ഷി എഴുന്നേറ്റെന്ന് പറയാനും, അയ്യോ ഞാന് കഴിഞ്ഞ ആഴ്ച സാക്ഷിയില്ലാത്ത ജീവിതമാണല്ലോ ജീവിച്ചത്, അപ്പൊ ഞാനിനി സാക്ഷി എഴുന്നേറ്റ് പറയുന്നത് എങ്ങനെ? ഞാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടൊരു ജീവിതം ജീവിച്ചാലേ ഞാനിനി സാക്ഷ്യം പറയത്തുള്ളൂ, എന്നെ എഴുതിയേക്കത്തുള്ളൂ, ഞാൻ പ്രാർത്ഥിക്കത്തുള്ളൂ എന്നൊക്കെ നമ്മള് അങ്ങനെയൊക്കെ പിശാചിന്റെ ഓരോ തന്ത്രങ്ങള്, പിശാചിന്റെ ഓരോ ആലോചനകൾ നമ്മുടെ ചെവിയിലോട്ട്, നിനക്ക് നീ എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? നീ എന്റെ ജീവിതത്തില് ആ വീഴ്ച ഉണ്ടായാലും ഈ വീഴ്ച ഉണ്ടായാലും നീ എന്തിനാ സാക്ഷി എഴുന്നേറ്റ് എന്ന് പറയുന്നത്? നീ എന്തിനാ സ്തുതിക്കുന്നേ? നീ അധികം ഒച്ചത്തിലൊന്നും സ്തുതിക്കണ്ട. നീ ഇങ്ങനെയൊക്കെയാണ്, നീ കൊള്ളാത്തവനാണ്, നീ കൊള്ളാത്തവളാണ്, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഈ കുഴപ്പമുണ്ട്, ഈ വീഴ്ചയുണ്ടെന്നൊക്കെ ഇങ്ങനെ പിശാച് ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ ദൈവത്തെ അധികം ഉറക്കെ സ്തുതിക്കണ്ട, സ്തോത്രം ഇങ്ങനെ പുറകുന്നതൊക്കെ പറയുന്നത്. എന്നാ നമ്മൾ ഈ ജീവനുള്ള കല്ലുകൾ എന്ന് പറയുന്നത് നമ്മള് ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് ഇത്ര മടിയും ദൈവത്തെ ഉയർത്താൻ നമുക്ക് ഇത്ര, ഞാൻ വേറെ ആരെയും ഉദ്ദേശിച്ചല്ലായിട്ട് പറയുന്നത്, നമ്മളെല്ലാവരും നമ്മുടെ ജഡത്തിലുള്ള ഒരു ബന്ധനമാണ് ദൈവത്തെ യഥാർത്ഥത്തില് ഹൃദയം നിറഞ്ഞ് സ്തുതിക്കാനൊക്കെ ഉള്ളൊരു ഇൻഹിബിഷൻ. നമ്മൾ വളരെ വളരെ സിവിലൈസ്ഡ് ആയിട്ട്, വളരെ ഇങ്ങനെ പക്വതയോടെ, വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ കിടന്ന് കൈയൊക്കെ ഉയർത്തി സ്തുതിക്കുന്നതൊക്കെ പറഞ്ഞ് എന്തോ ഒരു നാണക്കേട് മാതിരിയുള്ള കാര്യമായിട്ട് കൈ ഉയർത്തി സ്തുതിക്കാൻ, എസ്പെഷ്യലി പുരുഷന്മാരോട്, സഹോദരന്മാരോടാണ് ദൈവവചനം കൽപ്പിക്കുന്നത്. കൈ ഉയർത്തി അവര് നമുക്ക് ആ വാക്യം മിക്കവർക്കും അറിയാവുന്ന എന്റെ വിശ്വാസം, നമ്മൾ ഒരിക്കൽ സഭയിൽ എടുത്ത് പറയുകയും ചെയ്തു. 1 തെസ്സലോനിയർ 2-ാം അധ്യായത്തില് 1 തെസ്സലോനിയർ 2-ാം അധ്യായത്തില് അതിന്റെ 9-ാമത്തെ വാക്യം നമുക്ക് മിക്കവർക്കും പരിചയമായിരിക്കും. എന്ന് വെച്ചാൽ സഹോദരിമാര് വളരെ നന്നായിട്ട് മോഡസ്റ്റ് ആയിട്ട് ഡിസ്ക്രീറ്റ് ആയിട്ട് വസ്ത്രം ധരിക്കണം എന്നുള്ള ഒരു കാര്യം അവിടെ പറയുന്നത്. അപ്പം എന്നാൽ അതിന് തൊട്ട് മുമ്പ് സഹോദരന്മാരോട് പറയുന്ന കാര്യം എന്താന്ന് ചോദിച്ചാൽ 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തില് സഹോദരിമാര് അവണ്ണ സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോട് സുഖത്തോടു കൂടി തങ്ങളെ അലങ്കരിക്കണം. അതിന്റെ ആഭരണങ്ങൾക്കെതിരായിട്ടൊക്കെയുള്ള വാക്യം അത് ആ 9-ാമത്തെ വാക്യം, 9-10 വാക്യങ്ങള്, പിന്നെ മുടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ വാക്യമൊക്കെ കുറച്ചുകൂടെ എല്ലാവർക്കും പരിചയം കിടന്ന. അതിന് തൊട്ട് മുമ്പ് 8-ാമത്തെ വാക്യത്തിൽ ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും, അതായത് നമ്മളവിടെ വായിക്കുന്നതെന്ന് പറഞ്ഞാല് കർത്താവ് എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്.
അത് കഴിഞ്ഞിട്ട് അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ കർത്താവ്. 1 തിമോഥെയോസ് 2:5 ഞാൻ പറയുന്നത്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയെ തന്നെ കൊടുത്ത മനുഷ്യനായ യേശു ക്രിസ്തു തന്നെ തക്ക സമയത്ത് അറിയിക്കേണ്ട ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗി അപ്പോസ്തലമായി ഭോഷ്കല്ല പരമാർത്ഥം തന്നെ പറയുന്ന ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിക്കുക നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുവാണ്, ആകയാൽ പുരുഷന്മാർ എങ്ങനെ ആയിരിക്കണം, സ്ത്രീകൾ എങ്ങനെ ആയിരിക്കണം. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അധ്യക്ഷന്മാര്, എൽഡേഴ്സ്, ഫെസിലിറ്റേറ്റേഴ്സ് അല്ലെങ്കിൽ ഡീക്കൺസ് ഒക്കെ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യമൊക്കെ എന്റെ 3-ാം അധ്യായത്തിൽ തുടർന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന്, അവരിങ്ങനെ കോപവും വാഗ്വാദവും കൈ ഉയർത്തി പലപ്പോഴും പല വീടുകളിലും പുരുഷന്മാർ കൈ ഉയർത്തുന്നത് അടിക്കാനും ഓങ്ങാനും ഭീഷണിപ്പെടുത്താനും ഒക്കെയാ. പക്ഷെ അപ്പൊ ആ കോപവും വാഗ്വാദവും ഒക്കെ വിട്ടകന്ന് വിശുദ്ധ കൈകളെ, ഈ കൈകൾ വെച്ച് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്താനോ തിന്മ ചെയ്യാനോ പാപം ചെയ്യാനോ ഒക്കെ ഉപയോഗിക്കുന്ന കൈകളൊക്കെ, അതെല്ലാം ആ കോപവും വാഗ്വാദവും ഒക്കെ വിട്ടകന്ന് കൈകള് ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച്, ജീവനുള്ള യാഗമായിട്ട് സമർപ്പിച്ച് വിശുദ്ധ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അപ്പോസ്തലൻ പറയുവാണ്. അപ്പോസ്തലൻ പറയുന്നത് വെച്ചാൽ പരിശുദ്ധാത്മാവാണ് അവിടെ അപ്പോസ്തലനിലൂടെ പറയുന്നത്. അപ്പൊ കൈകൾ ഉയർത്തി കർത്താവിനെ നോക്കി നമ്മുടെ പുരുഷന്മാരായിട്ടുള്ള നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യം, പിന്നെ സ്ത്രീകള് ലജാശീലത്തോടും സുബോധത്തോടും കൂടി തങ്ങളതിനെ അലങ്കരിക്കുന്ന കാര്യവും വേറെ പുറമെയുള്ള ആഭരണ വിഭൂഷാദികളല്ല, മറിച്ച് നമ്മള് ഈ യെസബേല് ഇങ്ങനെ കണ്ണിലൊക്കെ പെയിന്റൊക്കെ അടിച്ച് ഏതാണ്ടൊക്കെ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരുന്ന കാര്യത്തൊക്കെ നമ്മളവിടെ 1 രാജാക്കന്മാർ 9:32 വാക്യത്തിലൊക്കെ 30 മുതലുള്ള താഴെയുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. അപ്പൊ അതുപോലുള്ള ആ ഒരു ജസബേൽ സ്പിരിറ്റിലുള്ള ആ ഒരു ഒരുക്കവും ബാക്കി മേക്കപ്പും ഐറ്റംസും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളല്ല, മറിച്ച് അവര് യോഗ്യമായ വസ്ത്രം കൊണ്ട് തങ്ങളത്തിന് അലങ്കരിക്കുന്ന കാര്യമൊക്കെ പറയുന്ന ഒരു കാര്യമൊക്കെ നമ്മളിവിടെ വായിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ജീവക്കലുകൾ എന്ന് പറയുന്നത് ജീവക്കലുകൾ നമ്മളെ വിളിച്ചിരിക്കുവാണ്. പത്രോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിലൂടെ 1 തിമോഥെയോസ് 1 പത്രോസ് 2-ാം അധ്യായത്തിൽ അത് വായിക്കുന്നുണ്ട്. ലിവിങ് സ്റ്റോൺസ്, ജീവനുള്ള കല്ലുകൾ ആയിരിക്കും നമ്മള് കർത്താവിനെ സ്തുതിക്കുവാനായിട്ട്. നമ്മള് സഭയിലുള്ള സ്തുതി മാത്രമല്ല, നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലും എല്ലാം നമ്മള് ആ ഒരു ധൈര്യത്തോടെ പ്രാർത്ഥിക്കുവാനും വളരെ സ്പഷ്ടമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുവാനും വചനം ഷെയർ ചെയ്യുവാനും മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയാനും ഒക്കെ നമ്മുടെ ആ ഒരു കെട്ടുകളൊക്കെ മാറി നമ്മള് ജീവക്കല്ലുകളായിട്ടുള്ള നമ്മള് സ്തോത്രം ചെയ്തില്ലെങ്കിൽ ഈ കല്ലുകള് ആർത്തുഘോഷിക്കും എന്നുള്ള കാര്യമൊക്കെ കർത്താവ് പറയുന്നുണ്ട്. അപ്പം അവിടെ വെളിപാട് പുസ്തകം 19 അധ്യായത്തിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ അപ്പൊ അവിടെ എന്താ സ്വർഗത്തിന്റെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ആ ഒരു ദൈവത്തെ സ്തുതിക്കുന്ന, ആർത്തുഘോഷിച്ച് ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തും യേശുവേ എന്നൊക്കെ നമ്മൾ പാടുന്ന പോലെ അതുപോലെ ആർത്തുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ അപ്പനമ്മമാരെ കാണുമ്പോൾ കുറെ നേരം കാണാതിരുന്നിട്ട് പപ്പയും മമ്മിയൊക്കെ കാണുമ്പോഴത്തേക്കും കൊച്ചു പിള്ളേർ ഓടുക എന്ന് പറഞ്ഞ് അവര് വലിയ ആർത്തോടെ സ്തുതിക്കുന്നത് പോലെയാണ് നമ്മൾ ദൈവമുമ്പാകെ അതുപോലെ സ്തോത്രത്തോടെ നമ്മൾ ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശബ്ദം ഉണ്ടാക്കുന്ന കാര്യമല്ല എന്ന ഹൃദയത്തിന് ആഴത്തിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് അങ്ങനെ നമുക്ക് ഓഫ്കോഴ്സ് നമുക്ക് അങ്ങനെയുള്ള സ്വാതന്ത്ര്യമുള്ള സ്ഥലത്ത് ചിലപ്പം ചില രാഷ്ട്രീയ കാരണങ്ങളാലോ ഒക്കെ നമുക്ക് അതുപോലെ സ്വാതന്ത്ര്യം ഇല്ലാത്ത സമയത്ത് ഒരുപക്ഷെ നമുക്ക് അങ്ങനെ ഉറക്കെ സ്തുതിക്കാനൊന്നും പറ്റാത്തൊരു കാലഘട്ടമൊക്കെ വന്നുകൂടുന്നില്ല. എന്നാൽ നമുക്ക് ഉള്ള സ്വാതന്ത്ര്യം ഉള്ളിടത്ത് ഉള്ളതുപോലെയൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലും നമുക്ക് കൂടി വരുന്നിടത്തൊക്കെ നമുക്ക് ദൈവത്തിന്റെ നാമം ഉയർത്തുവാൻ തക്കവണ്ണം അതിപ്പോ ആ ഒരു ശിഷ്യന്മാരെല്ലാം കൂടെ ആർത്ത് സ്തുതിച്ചപ്പോ, ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ ആ 12 ശിഷ്യന്മാർ മാത്രമല്ല, ഇവിടെ ഹോൾ ക്രൗഡ് ഓഫ് ഡിസൈപ്പിൾസ് കർത്താവിനെ പിൻപറ്റിയിരുന്ന അവരെല്ലാം ആർത്ത് സ്തുതിച്ചപ്പോ അത് കർത്താവിനെ ഓർപ്പിച്ചത് സ്വർഗത്തിന്റെ ഒരു അന്തരീക്ഷമാണ്. ഈവൻ അവിടെ കൊച്ചു പിള്ളേരും അവിടെ നമ്മൾ ഇതേ പോർഷൻ തന്നെ മത്തായി 21 വായിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ നാവില് ദൈവം ബലം നൽകിയിരിക്കുന്നു, സ്തോത്രം നൽകിയിരിക്കുന്നു, ബലം നൽകിയിരിക്കുന്നു എന്നുള്ള വാക്യമൊക്കെ നമ്മളത് സാക്ബറിൽ നിന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മത്തായി 21 അധ്യായത്തിലേക്ക് ഒന്ന് വരുവാണെങ്കിൽ അവിടെ അതിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ തന്നെ മോസ്റ്റ് ഓഫ് ദ അതിന്റെ 8-ാമത്തെ വാക്യം 9-ാമത്തെ വാക്യമൊക്കെ 9-ാമത്തെ വാക്യം ക്രൗഡ്സ് ഗോയിങ് അഹെഡ് ഓഫ് ഹിം വേ ഷൗട്ടിങ്. 9-ാമത്തെ വാക്യം മുന്നും പിന്നും നടന്ന പുരുഷാരം ദാവീദ് പുത്രന് ഹോസന്ന എന്നുള്ള വാക്ക് എന്താ ഈ ഹല്ലേലൂയ പോലെ പലർക്കും അർത്ഥം അറിയാതെ ഉപയോഗിക്കുന്ന ഒരു വേറൊരു വാക്കാണ് ഹോസന്ന. ഹോസന്ന എന്നുള്ള വാക്ക് അതിന് ഗ്രീക്ക് വേർഡ് ഒസാന, നമ്മുടെ മലയാളത്തിൽ ഒശാന എന്ന് പറയുന്ന പലരും ഒശാന ഞായറാഴ്ച എന്നൊക്കെ പറയുന്ന ആ ഒരു ഒശാന. അപ്പൊ ആ ഒരു
അത് രണ്ട് എബ്രായ പദങ്ങളുടെ ട്രാൻസ്ലിറ്ററേഷൻ ആണ്. അതായത് ഡയറക്റ്റ് അങ്ങ് എബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്കിലോട്ട് വന്ന ഒരു വാക്കായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് അതിന്റെ യാശ എന്നുള്ള പദം എന്ന് പറഞ്ഞാൽ ടു സേവ്, ഡെലിവർ, ടു ബ്രിങ് അബൌട്ട് സാൽവേഷൻ, രക്ഷിക്കുക എന്നുള്ള അർത്ഥം യാശ എന്നുള്ള വാക്ക്. അന്ന എന്ന് പറഞ്ഞാൽ പ്ലീസ്, ഐ ബിസീച്ച്, ഞാൻ പ്രാർത്ഥിക്കുന്നു. സോ ഹോസന്ന എന്ന് പറയുമ്പോൾ ഐ പ്രേ ടു സേവ് മീ, എന്നെ രക്ഷിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നുള്ളൊരു അർത്ഥം ഹോസന്ന. സേവ് us we pray, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്നുള്ള ആ വാക്ക്. അങ്ങനെയാണ് ആ ഹോസന്ന എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത്. ഹോസന്ന എന്ന് പറയുന്ന ആ രണ്ട് എബ്രായ പദങ്ങൾ യാശ, അന്ന എന്ന പദങ്ങൾ യാശ എന്ന ചേർന്നാണ് ഹോസന്ന. അത് ഗ്രീക്കിൽ ഹോസന്ന എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത ആ ഹോസന്ന, സേവ് us we pray, ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന ഉള്ള ആ ഒരു ശബ്ദമാണ് നമ്മളവിടെ ഹൊസന്ന എന്നുള്ള വാക്ക്. ഒമ്പതാമത്തെ നമ്മൾ പലപ്പോഴൊക്കെ ഹൊസാന എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പാട്ടിലൊക്കെ പാടും. പക്ഷെ അത് സേവ് us we pray എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇപ്പം ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പ്രൈസ് ടു ദി ലോർഡ് എന്ന് പറയുന്നത്, ഹൊസന്ന എന്ന് പറഞ്ഞാൽ സേവ് us we pray എന്നാണ് അതിന്റെ അർത്ഥം. നമ്മള് ദൈവമക്കളായിട്ടുള്ള നമ്മള് പറയുന്ന ഓരോ വാക്കുകൾ അർത്ഥമാക്കി പറയണം. അതുകൊണ്ട് അത് എന്താ അർത്ഥമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലത് തന്നെ. അപ്പം ഒമ്പതാമത്തെ വാക്യം, മുന്നും പിന്നും നടന്ന പുരുഷാരം ദാവീദ് പുത്രനും ഹോസന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ അത്യുന്നതങ്ങളിൽ ഹോസാന എന്ന് ആർത്തുകൊണ്ടിരുന്നു. അവൻ യെരൂശലേമിൽ കിടന്നപ്പോൾ നഗരം മുഴുവൻ ഇളകിയതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് താഴോട്ട് വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് കർത്താവ് ഇതെല്ലാം ക്ലെൻസ് ചെയ്യുന്നു, ദേവാലയം ക്ലെൻസ് ചെയ്യുന്നു, ദേവാലയം ശുദ്ധീകരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 15-ാമത്തെ വാക്യത്തില്, എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവൻ ചെയ്ത അത്ഭുതങ്ങളെയും ദാവീദ് പുത്രൻ ഹോസന്ന എന്ന ദേവാലയത്തിൽ ആർക്കുന്ന ബാലന്മാരെയും കണ്ടിട്ട്, അപ്പം ഹോൾ ക്രൗഡ് ഓഫ് ഡിസൈപ്പിൾസ് നമ്മൾ ലൂക്കോസ് 19 വായിച്ചു. ഇവിടെ മത്തായി 21:15 അവിടെ കുഞ്ഞുങ്ങൾ വരെയും കൊച്ചു കുഞ്ഞുങ്ങൾ അവര് നിഷ്കളങ്കരായിട്ട് അവരങ്ങ് കർത്താവ് ഈ എഴുതപ്പുറത്ത് വരുന്ന ആ ഒരു രാജാവായിട്ടുള്ള കർത്താവിന്റെ മഹത്വവും കർത്താവ് ചെയ്ത വീര്യപ്രവർത്തികളുടെ വലിയ വർണ്ണനയും ഘോഷങ്ങളും ഒക്കെ കണ്ട് കുഞ്ഞുങ്ങളൊക്കെ വളരെ ആർത്തുല്ലസിച്ച് കുഞ്ഞുങ്ങള് ഷൗട്ട് ചെയ്യുന്ന കണ്ടപ്പം, അതായത് ഈ സ്ത്രീകളെ പുകഴ്ത്തുന്ന കണ്ടപ്പം ശൗലിന് ദാവീദിനോട് അസൂയ തോന്നി. ശൗല് 1000 ദാവീദ് 10,000 വീഴ്ത്തി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സ്ത്രീകളെ പുകഴ്ത്തുന്ന കണ്ടപ്പോഴത്തേക്ക് ശൗലിന് ദാവീദിനോട് അസൂയ തോന്നി എന്ന് പറഞ്ഞതുപോലെ ഇവിടെ കൊച്ചുങ്ങൾ വരെ കർത്താവിനെ പുകഴ്ത്തുന്ന കണ്ടപ്പോഴത്തേക്കും പരീക്ഷന്മാർക്ക് സഹിച്ചില്ല. ഈ പിള്ളേരെ കൊണ്ടൊന്നും ഒന്നും അറിയാത്ത ഈ വിഡ്ഢി പിള്ളേർ എന്തൊക്കെയാ കിടന്ന് ബഹളം വെക്കുന്നേ. അപ്പൊ അത് 15-ാമത്തെ വാക്യത്തിൽ, എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവൻ ചെയ്ത അത്ഭുതങ്ങളെയും ദാവീദ് പുത്രൻ ഹൊസന്ന എന്ന ദേവാലയത്തിൽ ആർക്കുന്ന ബാലന്മാരെയും, ചിൽഡ്രൻ ഹു വർ ഷൗട്ടിംഗ് ഇൻ ദ ടെമ്പിൾ. ഈ പിള്ളേര് ഇവിടെ ദേവാലയ ഇവിടെ മിണ്ടാതെ അടങ്ങി ഒന്നും മിണ്ടാതെ മൗനമായിട്ടിരിക്കണം. എന്നാൽ ഇവര് കിടന്ന് ബഹളം വെക്കുന്ന കണ്ടില്ലേ? ഇവര് കിടന്ന് ഹൊസന്ന, ദാവീദ് പുത്രൻ ഹൊസന്ന എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങള് ആർത്ത് ഘോഷിക്കുന്ന കണ്ടില്ലേ? അവര് ബാലന്മാരെ കണ്ടിട്ട് നീരസപ്പെട്ട്, ഇവർ പറയുന്നത് കേൾക്കുന്നു എന്ന് അവനോട് ചോദിച്ചു. നീ ഒന്നും കേൾക്കുന്നില്ലേ? നിനക്ക് എന്താ കേൾവി കുറവ് വല്ലതും ഉണ്ടോ? ഹിയറിംഗ് ലോസ് വല്ലതും ഉണ്ടോ? ഹിയറിംഗ് എയ്ഡ് വല്ലതും വേണോ? ഡു യു ഹിയർ വാട്ട് ദീസ് ചിൽഡ്രൻ ആർ സേയിങ്? എന്താ ഈ പിള്ളേർ കിടന്ന് ബഹളം വെക്കുന്നത് നീ കേൾക്കുന്നുണ്ടോ? അപ്പൊ യേശു പറഞ്ഞു, ഞാൻ കേൾക്കുന്നൊക്കെ ഉണ്ട്, എനിക്ക് പൊട്ടൊന്നുമില്ല, എനിക്ക് കേൾവി കുറവൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് അവര് തന്നെ പഠിച്ചു വെച്ചിരിക്കുന്ന പഴയ നിയമ പുസ്തകങ്ങളിലെ സങ്കീർത്തനത്തിന്റെ 8-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യം കർത്താവ് അവിടെ കോട്ട് ചെയ്യും. ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. നിങ്ങളൊന്നും വായിച്ചിട്ടില്ലേ? കർത്താവ് അവരെ ഒന്ന് ഇരുത്തുന്ന ചില ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ വലിയ ബൈബിൾ പണ്ഡിതന്മാരൊക്കെ അല്ലേ? നിങ്ങളുടെ സങ്കീർത്തനത്തിലല്ലേ ദാവീദ് 8-ാം സങ്കീർത്തനത്തില് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ശിശുക്കളുടെ മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുകഴ്ച. അത് നമ്മൾ അവിടെ 8-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യം എടുത്ത് നോക്കുവാണെങ്കിൽ അവിടെ ബലം എന്നാണ് ദാവീദ് എഴുതിയേക്കുന്നത്. എന്നാൽ മത്തായി ഇവിടെ കോട്ട് ചെയ്യുമ്പോൾ പുകഴ്ച എന്ന് ആണ് അത് ഉദ്ധരിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ അർത്ഥം എന്താ? യഥാർത്ഥത്തിൽ പുകഴ്ചയിൽ എന്തുണ്ട്? പുകഴ്ച അല്ലെങ്കിൽ സ്തോത്രത്തിലെ ഒരു പ്രൈസിൽ എന്തുണ്ട്? ഒരു ബലമുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. നമ്മള് 8-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യം വായിക്കുവാണെങ്കിൽ, നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും അതായത് പകയ്ക്കുന്നവനെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന്
മുലകുടിക്കുന്നവർ എന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേർ സാധാരണ ഇപ്പോഴൊക്കെ ഒരു 2.5 വയസ്സ് വരെയൊക്കെയാ, 2.5-3 വയസ്സ് വരെയൊക്കെയാ മിക്ക കുഞ്ഞുങ്ങളും ഒക്കെ പാൽ കുടിക്കുന്നത്, മുല കുടിക്കുന്നത്. അക്കാലത്ത് കുറച്ചുകൂടെ കൂടുതൽ എളുപ്പം കുടിച്ച് കാണും. എങ്കിൽ പോലും അത്രയും പ്രായമുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ വായിൽ നിന്ന് ശിശുക്കളുടെ ഇപ്പൊ ഈ എന്തെങ്കിലുമൊക്കെ ശബ്ദം ഉണ്ടാകുമ്പോൾ അവര് ആർത്ത് ഘോഷിച്ച് ശബ്ദം ഉണ്ടാക്കുമ്പോൾ ശരിക്കും പിള്ളേരുടെയൊക്കെ ഈ ശബ്ദവും അവരുടെ സന്തോഷവും സ്തോത്രവും ഒക്കെ കേട്ടപ്പോൾ കർത്താവിന് സ്വർഗത്തിന്റെ അന്തരീക്ഷം ഓർമ്മ വന്നത്. നമ്മളത് മത്തായി 19 വെളിപാട് 19-ന്റെ 7-ാമത്തെ വാക്യത്തിൽ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു. ആ ഒരു വലിയ സ്വർഗത്തിലെ ആ ഒരു സ്തോത്രത്തിന്റെ ശബ്ദം കർത്താവ് ആ സ്വർഗത്തിൽ നിന്ന് തന്നെ ഒഴിച്ച് ഭൂമിയിലേക്ക് വന്ന് ഭൂമിയിൽ ഇതുപോലുള്ള വലിയ സ്തോത്രത്തിന്റെ ശബ്ദമൊന്നും കേൾക്കാനില്ല. ഈ കുഞ്ഞുങ്ങൾ ഇതുപോലെ ആർത്ത് ഘോഷിച്ച് അവര് വലിയ സ്തോത്രത്തോടെയൊക്കെ അവര് നിഷ്കളങ്കരായിട്ട് അവർക്കുള്ള ആ ഒരു ആവേശത്തിൽ അവര് സ്തോത്രം ചെയ്തപ്പോൾ സ്വർഗത്തിന്റെ അന്തരീക്ഷം കർത്താവിന് ഓർമ്മ വന്നു. എന്നാൽ പരീശന്മാർക്ക് ഇതൊന്നും പിടിച്ചില്ല. പരീശന്മാർ വളരെ റിലീജിയസ് മതഭക്തരായിട്ടുള്ള, വളരെ ലോങ് ഫേസ്ഡ്, അവർ വളരെ ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെ അധികം ഒന്നും ചിരിക്കത്തില്ല. ഞങ്ങൾ വളരെ തീക്ഷ്ണതയുള്ള, വളരെ യഹോവയായ ദൈവത്തെ ഭയഭക്തിയോടെ ആരാധിക്കുന്ന വലിയ വലിയ വാഗ്ധോരണയിൽ വലിയ പ്രസംഗവും അതുപോലെയുള്ള ഇങ്ങനെ ഭയങ്കര സീരിയസ് മൈൻഡഡ് ആയിട്ടുള്ള വലിയ ആൾക്കാര്. അപ്പോൾ അവർക്കൊന്നും പിടിച്ചില്ല. അപ്പൊ കർത്താവ് ഈ വാക്യം അവിടെ കോട്ട് ചെയ്യുന്നേ, നീ ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. അതായത് ഫ്രം ദ മൗത്ത് ഓഫ് ഇൻഫൻസ് ആൻഡ് നഴ്സിംഗ് ബേബീസ് യു ഹാവ് എസ്റ്റാബ്ലിഷ് സ്ട്രെങ്ത്. ആ സ്ട്രെങ്ത് എന്നുള്ള പദം കർത്താവ് അവിടെ പരീശന്മാർക്ക് കോട്ട് ചെയ്യുമ്പോൾ അത് പുകഴ്ച, സ്തോത്രം, പ്രൈസ്. അപ്പം അതിൽ നിന്ന് നമ്മൾ സാക്ബേർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിലുള്ള സ്തോത്രത്തില് പരിശുദ്ധാത്മാവിനാലുള്ള, വെറുതെ നമ്മൾ സ്തോത്രം എന്ന് പറയുന്നതല്ല, വെറുതെ മീനിംഗ്ലെസ് സെപ്പറേഷൻ പാടില്ലെന്ന് നമ്മളിപ്പോ മത്തായി 6-7 നമ്മൾ വായിച്ചു. എന്നാൽ അങ്ങനല്ല. എന്നാൽ ദൈവത്തിന്റെ സ്നേഹത്താൽ നിറഞ്ഞ് നമ്മൾ കർത്താവിനെ സ്തുതിക്കുമ്പോൾ അവിടെ ഒരു ബലമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ മിക്കവരും, ഞാൻ വിശ്വസിക്കുന്നത്. വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു നിരാശയോ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസമുള്ള ആ ഒരു സമയത്ത് കർത്താവിനെ നമ്മളൊന്ന് സ്തുതിക്കുമ്പോൾ, നമ്മൾ ഈ അതിമോചന പുസ്തകത്തിൽ തന്നെ നമ്മളത് ഒരു പോർഷനിൽ നമ്മളത് വായിക്കുകയും ചെയ്തു. അതായത് നമ്മളുടെ സ്തോത്രം ഇവിടെ നിന്ന് അങ്ങ് 3-ാം സ്വർഗത്തിലേക്ക് എത്തണം. എന്നാൽ 3-ാം സ്വർഗത്തിലേക്ക് എത്തുന്നതിന് തടസ്സമായിട്ട് എന്തുണ്ട്? 2-ാം സ്വർഗമുണ്ട്. 1-ാം സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഈ പ്രപഞ്ചം, ഈ ആകാശവും പ്രപഞ്ചവും എല്ലാം 3-ാം സ്വർഗത്തിലാ കർത്താവ് ആയിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മള് 2 Corinthians 12 3-ാം സ്വർഗം എന്ന് വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം 1-ാം സ്വർഗവും 2-ാം സ്വർഗവും ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. അവിടെ 19-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തില് ആകാശത്തെ സ്വർഗം എന്നുള്ളൊരു വാക്കുകൊണ്ട് അവിടെ വിവക്ഷിക്കുന്നത് അല്ലെങ്കിൽ വിശദീകരിക്കുന്നത് നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ കാണുന്ന ആകാശമാണ്, അല്ലെങ്കിൽ ഈ വിസിബിൾ യൂണിവേഴ്സ് കാണുന്ന പ്രപഞ്ചമാണ് 1-ാം സ്വർഗം. പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും എഫേസ്യർ 6:12 നമ്മൾ വായിച്ചു. സ്വർലോകത്തുള്ള എഫേസ്യർ 6:12 അവിടെ പിശാചിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലുള്ള, അതാ എഫേസ്യർ 6:12 വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലുള്ള ദുഷ്ടാത്മസേന, സ്വർലോകങ്ങളിൽ, അത് ഈ 2-ാം സ്വർഗമാണ്. അപ്പൊ നമ്മളുടെ സ്തോത്രം, നമ്മളുടെ പ്രാർത്ഥന സ്തോത്രമൊക്കെ അങ്ങ് നമ്മൾ പ്രാർത്ഥിക്കാൻ, നമുക്കിപ്പം ഒരുപക്ഷെ പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, വല്ലാതൊരു ഭാരം, ഒരു നിരാശ, ഒരു തടസ്സം, എന്തോ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ദൈവം കേൾക്കുന്നുണ്ടോ, അങ്ങനെ ഒരു വല്ലാതൊരു ഭയം വരുന്ന, അല്ലെങ്കിൽ ഒരു സംശയം വരുന്ന അങ്ങനെ ഒരു സാഹചര്യത്തില് നമ്മളങ്ങ് സ്തുതിക്കുവാണ്. ഈ 2-ാം സ്വർഗത്തിലുള്ള ദുഷ്ടാത്മസേന നമ്മളെ പ്രാർത്ഥന അങ്ങോട്ട് വിടാതിരിക്കാൻ തക്കവണ്ണം ഇങ്ങനെ അടച്ചു വെക്കാൻ നോക്കുന്ന, നമ്മളെ ഒരു മൂടാപ്പിലാക്കാൻ, നമ്മളെ നിരാശപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ദുഷ്ടാത്മസേനയുണ്ട്. എന്നാൽ ആ ദുഷ്ടാത്മസേനയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളത് സ്തോത്രം ചെയ്യുക. ഈ പരീശന്മാർക്ക് ദുഷ്ടാത്മസേനയുടെ കൈ പിടിച്ച് നടന്ന ആൾക്കാർ, ഈ പരീശന്മാർ കർത്താവിനെ കൊല്ലാൻ വേണ്ടി നടന്ന പരീശന്മാര്, അപ്പം അവർക്ക് ഈ സ്തോത്രം ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞതുപോലെ നമ്മൾ യഥാർത്ഥത്തില് കർത്താവിനെ ഇങ്ങ് സ്തുതിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ആ നന്മയെ ഓർത്ത് ദൈവം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വീര്യപ്രവൃത്തികള്, നമ്മുടെ ജീവിതത്തിലെ അത്ഭുതമായിട്ട് ഭൗതികമായിട്ടുള്ള എത്രയോ നന്മകൾ നമ്മൾ അനുഭവിക്കുന്നു. നമ്മളുടെ സർപ്രൈസ് ഗിഫ്റ്റ്, അവൻ അത്ഭുതവാൻ, അതിശയവാൻ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പാടി. ദൈവം നമുക്ക് സർപ്രൈസ് ഗിഫ്റ്റ്സ് മാതിരി ഓരോ കാര്യങ്ങൾ തരുന്നുണ്ട്. അപ്പം കഴിഞ്ഞ ആഴ്ച സിസ്റ്റർ പ്രാർത്ഥിച്ചു വരെ കർത്താവ്, ഞങ്ങളിവിടെ ജീവനോടെ നിൽക്കുന്നത് തന്നെ അവിടുത്തെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് എന്ന് പറഞ്ഞാല് നമുക്ക് ശ്വാസം എടുത്ത് വിടാൻ പറ്റുന്നതും ദൈവത്തിന്റെ ഒരു സർപ്രൈസ് ഗിഫ്റ്റായി. ഗിഫ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കാനോ ഇന്ന് കേൾക്കാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. ദൈവം നമുക്ക് തന്ന ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് സങ്കീർത്തനം 103:2 നമ്മൾ വായിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും, ഓരോ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ശ്വാസം എടുത്ത് വിടാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റുന്നു, കേൾക്കാൻ പറ്റുന്നു. ഇതെല്ലാം വലിയ അത്ഭുതങ്ങളാണ്. നമ്മൾ മെഡിക്കൽ സയൻസിന്റെ ഒരു ABCD പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതൊക്കെ വലിയ അത്ഭുതങ്ങളാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ഒരു അപാകത വരുമ്പോൾ അതിന് ട്രീറ്റ്മെന്റിന് ഉള്ള ആ കോസ്റ്റും
ഒരു ചെറിയൊരു ഹിയറിംഗ് എയ്ഡ് വെക്കണമെങ്കിൽ എത്ര ആയിരം രൂപയാവുമെന്ന് അന്വേഷിച്ചാൽ അറിയാം. അല്ലെങ്കിൽ ചെറിയൊരു കാറ്ററാക്ടിന്റെ ഒരു സർജറി ചെയ്യണമെങ്കിൽ ഇതിന്റെ നോർമൽ മെക്കാനിസം ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പോയി ഒന്ന് 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 ഒരു അറ്റകുറ്റപ്പണി ചെയ്യാൻ എന്തൊരു ചെലവാ. എന്നാൽ കർത്താവ് നമുക്ക് ഇതെല്ലാം ഫ്രീ ആയിട്ട്, എല്ലാം ഫുള്ളി പാക്ഡ് ആയിട്ട്, ഫുള്ളി ഫിറ്റ് ആയിട്ട് ദൈവം നമ്മളെ അയച്ചിരിക്കുന്നു. നമുക്ക് കാണാൻ പറ്റുന്നു, നമുക്ക് ഈ വിരലുകൾ അനക്കാൻ പറ്റുന്നു, നമുക്ക് കണ്ണ് കാണാൻ പറ്റുന്നു, നമുക്ക് ചെവി കേൾക്കാൻ പറ്റുന്നു, നമുക്ക് സംസാരിക്കാൻ പറ്റുന്നു, നമുക്ക് ശ്വാസം കൊടുത്ത് വിടാൻ പറ്റുന്നു. ഇതെല്ലാം ദൈവത്തിന് വലിയ വീരപ്രവൃത്തികളാണ് നമ്മുടെ ജീവിതത്തിൽ. അതിന് മേലെയുള്ള എത്ര ആശ്ചര്യമായിട്ടുള്ള അത്ഭുതങ്ങളും സൗഖ്യങ്ങളും ഒക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതിലുപരി കർത്താവ് നമ്മളെ രക്ഷിച്ച ആത്മീയമായിട്ടുള്ള അത്ഭുതങ്ങൾ, പാപത്തിൽ നിന്ന് നമ്മളെ നരകശിക്ഷയിൽ നിന്ന് രക്ഷിച്ചു, പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിച്ചു, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി പാപത്തിന്റെ പ്രസൻസിൽ നിന്ന്, സാന്നിധ്യത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കാനായിട്ട് വരുന്നു. അപ്പൊ അങ്ങനെയുള്ള വലിയ ഒരു അപ്പൊ ആ കാര്യങ്ങളിലൊക്കെ ഓർക്കുമ്പോൾ കർത്താവിനുള്ള നന്ദിയും സ്തോത്രവും ഒക്കെ നമ്മളുടെ ഹൃദയത്തിൽ അങ്ങ് നിറഞ്ഞു കവിയും. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിനെ നോക്കി, കർത്താവ് എല്ലാത്തിനായിട്ട് നന്ദി സ്തോത്രം, താങ്ക് യു ലോർഡ് ജീസസ് ലോർഡ്, വി പ്രൈസ് യു ലോർഡ്, സ്തുതിക്കുന്നു, നന്ദി പറയുന്ന കർത്താവേ നന്ദി, ഹല്ലേലൂയ എന്ന് അങ്ങനെ നമ്മൾ ദൈവത്തിന് നന്ദിയും സ്തോത്രവും പറയുമ്പോൾ തന്നെ ചാനൽ എങ്ങനെ ക്ലിയർ ആവും. പിന്നെ ദുഷ്ടാത്മസേനയൊന്നും അടുക്കാനൊക്കത്തില്ല. അത് സ്തോത്രത്തോടുകൂടി നിങ്ങളുടെ സകല യാചനകൾ, നമ്മളത് ഫിലിപ്പിയർ 4:6, 7 വാക്യങ്ങള് നമുക്കറിയാം. എന്താ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, സകലത്തിലും സ്തോത്രത്തോടെ. ഞാൻ ആ വാക്യം അങ്ങ് എടുക്കാം. ഫിലിപ്പിയർ 4 അതിന്റെ 6-7 വാക്യങ്ങള് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെ: ഒന്നിനെ കുറിച്ചും വിചാരപ്പെട്ടത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങള് എങ്ങനെ ദൈവത്തോട് അറിയിക്കണം. പരാതി വെറുപോടെ, ദൈവമേ നീ എന്റെ പ്രാർത്ഥന കേൾക്കുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല, ആ പ്രാർത്ഥന ഈ പ്രാർത്ഥന ഒന്നും കേട്ടില്ലല്ലോ, അതുകൊണ്ട് ഇത് ഞാൻ അങ്ങ് പറയുക, നീ വേണമെങ്കിൽ കേക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞാൽ ആ പ്രാർത്ഥന കർത്താവ് കേൾക്കത്തില്ലെന്നുള്ള കാര്യം 100% ഉറപ്പ്. എന്താ വെച്ചാൽ എങ്ങനെ യഥാർത്ഥത്തിൽ ദൈവത്തോട് പ്രാർത്ഥന അറിയിക്കേണ്ടത്? സ്തോത്രത്തോടുകൂടി, വിത്ത് താങ്ക്സ് ഗിവിങ്. സ്തോത്രം എന്നുള്ള വാക്ക് മലയാളത്തില് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സ്തോത്രം എന്ന് പറയുമ്പോൾ, സാധാരണ മലയാളത്തില് സ്തോത്രം എന്ന് പറയുമ്പോൾ സ്തുതി എന്നുള്ളൊരു അർത്ഥവും കൂടെ ഉണ്ട്. എന്നാൽ നമ്മുടെ സത്യവേദ പുസ്തകത്തിൽ സ്തോത്രം എന്നുള്ള വാക്ക് താങ്ക്സ് ഗിവിംഗ് എന്നുള്ള അർത്ഥത്തിലാണ് ആ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. വിത്ത് താങ്ക്സ് ഗിവിംഗ്, അതായത് ഒരു റോക്കറ്റിന്റെ പ്രൊപ്പല്ലന്റ് മാതിരി നമ്മളുടെ പ്രാർത്ഥന നമുക്ക് ചിലപ്പം കർത്താവേ എനിക്ക് എന്റെ ജലദോഷം മാറ്റണേ, അല്ലെങ്കിൽ എന്റെ കുഞ്ഞിന്റെ പനി മാറ്റണേ, അല്ലെങ്കിൽ കുഞ്ഞിനെ പരീക്ഷ എഴുതാൻ സഹായിക്കണേ, അല്ലെങ്കിൽ എന്റെ മോനെ ജോലിയുടെ കാര്യമാവട്ടെ, അല്ലെങ്കിൽ എന്റെ അതുപോലുള്ള ചെറുതും വലുതായിട്ട് എന്റെ നടുവേദന മാറ്റണേ, അല്ലെങ്കിൽ മുട്ടുവേദന മാറ്റണേ, അല്ലെങ്കിൽ എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വലിയ വലിയ കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ ആത്മീയമായിട്ടുള്ള കർത്താവ് ചില പോരാട്ടങ്ങള്, ചില പ്രലോഭനങ്ങളുടെ മേലെയുള്ള പോരാട്ടങ്ങൾ എനിക്ക് അവരോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല കർത്താവ്, എനിക്ക് കർത്താവെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല കർത്താവെ, അങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും. അപ്പൊ എന്തായാലും നമ്മുടെ പ്രാർത്ഥനകള് എല്ലാറ്റിലും എന്ത് ചെയ്യണം? പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ട് നമ്മൾ പറയുന്നു. അപേക്ഷ എന്ന് പറയുമ്പോൾ സപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് പ്രയർ റിക്വസ്റ്റ്. പ്രയേഴ്സ് എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ടുള്ള കർത്താവിനെ അനുഗ്രഹിക്കണമെന്ന് നമ്മൾ പറയുന്നത് തന്നെ, കർത്താവെ എന്റെ ഈ ഒരു പ്രയാസം, കർത്താവെ എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തില് കർത്താവ്, അല്ലെങ്കിൽ എന്റെ അയൽവക്കത്ത്, അല്ലെങ്കിൽ എന്റെ ബന്ധുക്കളുടെ ഇടയിലുള്ള ഈ ഒരു കാര്യം കർത്താവ് ഇന്ന ആളെ രക്ഷിക്കണം. സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, അങ്ങനെ അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി അറിയിക്കുമ്പോൾ സകല ബുദ്ധിയും കവിയുന്ന ആ ഒരു എക്സ്ചേഞ്ച് ഓഫർ, നമ്മുടെ അപേക്ഷ ആവശ്യങ്ങളൊക്കെ അങ്ങോട്ട് പാണ്ടാക്കിട്ട് അങ്ങോട്ട് ഇടുമ്പോഴത്തേക്കും സ്തോത്രത്തോടു കൂടി വേണം ഇടാൻ, അല്ലെങ്കിൽ എല്ലാം കൂടി താഴെ നമ്മുടെ തലമുണ്ടയ്ക്ക് തന്നെ വീഴും. സ്തോത്രത്തോടു കൂടി ഇട്ട എന്താ തിരിച്ചു വരുന്നത് എന്താന്ന് വെച്ചാൽ സകല ബുദ്ധിയും കഴിയുന്ന ദൈവത്തിന് സമാധാന എക്സ്ചേഞ്ച് ഓഫർ ആയിട്ട് പഴയ മൊബൈൽ കൊടുക്കുമ്പോൾ പുതിയ മൊബൈലിൽ മറ്റേ ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ എക്സ്ചേഞ്ച് ഓഫർ മാതിരി നമ്മള് ഇവിടെ നമ്മുടെ എല്ലാ അപേക്ഷയും പ്രാർത്ഥനയൊക്കെ അങ്ങോട്ട് ഇടുമ്പോഴത്തേക്കും, ആവശ്യങ്ങളൊക്കെ അങ്ങോട്ട് ഇടുമ്പോൾ സ്തോത്രത്തോടു കൂടി അങ്ങോട്ടങ്ങ് അയക്കുമ്പോൾ സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ ഹൃദയത്തിലെ പരിശുദ്ധാത്മാവ് സ്വർഗീയ സമാധാനം കൊണ്ടുവന്ന് നമ്മളുടെ ഹൃദയത്തെയും നനവുകളെ, അതായത് നമ്മളുടെ ആത്മാവിനെയും ദേഹിയെയും ക്രിസ്തുയേശുവിങ്കില് കാക്കുന്ന ഒരു കാര്യം. അപ്പൊ ആ ഒരു സ്തോത്രത്തോടു കൂടി ഞാൻ ആ ഒരു 19 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ നിന്ന് ആ ഒരു നമ്മള് ശബ്ദത്തോടെ സ്തുതിക്കാനും നമ്മൾ തന്നെ പേഴ്സണൽ പ്രേയറിൽ നമ്മൾ ഉറക്കെ സ്തോത്രത്തോടെ സ്തുതിയോടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യം. ഒരുപക്ഷെ നമ്മൾ ബാക്കിയുള്ളവരൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പം ബാക്കി നമ്മളുടെ അവിശ്വാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ വർക്കിംഗ് ഓഫീസിലോ ഹോസ്പിറ്റലിലോ, അല്ലെങ്കിൽ നമ്മുടെ ഫാക്ടറിയിലോ ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ചിലപ്പം ബാക്കിയുള്ളവരൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ശബ്ദം ഉയർത്തി സ്തുതിക്കാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ എങ്കിലും നമ്മുടെ ഹൃദയത്തിൽ അതുപോലെ ഒരു സ്തോത്രവും സ്തുതിയൊക്കെ വരുമ്പോൾ എല്ലാ മൂഡാപ്പ്, എല്ലാ ആ ഒരു നമ്മളെ
സപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന ദുഷ്ടാത്മസേനയെ ഒക്കെ, ദുഷ്ടാത്മസേനയല്ല, എന്താ, അവയെല്ലാം തോറ്റ ശത്രുക്കളാ. എന്നാൽ കർത്താവിലേക്ക് നമ്മൾ സ്തോത്രം ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ അവരെല്ലാം പേടിച്ച് കമന്ന് വീഴും, മറിഞ്ഞടിച്ച് വീഴും. നമ്മള് കർത്താവ് ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് റോമൻ പട്ടാളക്കാരെല്ലാം കൂടെ മറിഞ്ഞടിച്ച് വീണ കാര്യമൊക്കെ നമ്മൾ ഇവിടെ യോഹന്നാൻ 18 അധ്യായത്തിലൊക്കെ നമ്മള് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ ഈ ദുഷ്ടാത്മസേനയെല്ലാം പേടിച്ചരണ്ട് ദൈവത്തിന് സമർപ്പിക്കുകയും ദൈവത്തിന് കീഴടങ്ങുകയും പിശാചിനെ എതിർത്ത് നിൽക്കുകയും അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അതാണ് യാക്കോബ് 4:8 നമ്മൾ വായിക്കുന്നത്. അപ്പൊ അതാ ഞാൻ പറഞ്ഞ ആ ഒരു സ്വർഗത്തിന്റെ അന്തരീക്ഷം നമ്മളിവിടെ കാണുന്ന ഒരു വാക്യമാണ്. ഇവിടെ വെളിപ്പാട് 19 അതുപോലെ തന്നെ വെളിപ്പാട് 14 അധ്യായത്തിലും അവിടെ നമ്മളത് കണ്ടു. അവിടെ കാന്തയുടെ ശബ്ദം എന്താ, പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെയാണെന്നൊക്കെയാണ് നമ്മൾ രണ്ടാമത്തെ വാക്യത്തിൽ. വലിയൊരു ഇടിമുഴക്കം പോലെ, പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ, അത് ആ ഒരു കൃപയെ കുറിക്കുന്നു. വലിയൊരു ഇടിമുഴക്കം ആ ഒരു സത്യത്തെ കുറിക്കുന്നു. കൃപയും സത്യവും നിറഞ്ഞവനായിട്ടുള്ള കർത്താവിനെ പോലുള്ള കാന്തയുടെ ശബ്ദം. സ്വർഗത്തിൽ നിന്നൊരു ഘോഷം കേട്ടു. ഘോഷം വൈണികന്മാർ വീണ് മീട്ടുന്നത് പോലെയായിരുന്നു. വെളിപാട് 14 അധ്യായത്തിൽ നമ്മളത് കാണുന്നതാണ്. വെളിപാട് 4-5 അധ്യായത്തിന് സ്വർഗത്തിന്റെ ചില ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോഴൊക്കെ ഈ ഉറക്കെയുള്ള സ്തുതിയും സ്തോത്രവും ഒക്കെ അങ്ങനെ വെളിപാട് 4 അധ്യായത്തിലും ഒക്കെ ആ ഒരു ഇടിമുഴക്കം പോലെയുള്ള ശബ്ദങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഒരു അതാ നമ്മള് വെളിപാട് 4:5 വാക്യത്തില് സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന് 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരുന്നു. ആ ഒരു വലിയൊരു ശബ്ദം, ആ ഒരു സ്തോത്ര ശബ്ദമൊക്കെ നമ്മൾ വെളിപാട് 4 അധ്യായത്തിൽ കാണുന്നുണ്ട്. പിന്നെ അവരെല്ലാം കൂടെ ഉറക്കെ ദൈവത്തെ പുകഴ്ത്തുന്ന കാര്യമൊക്കെ നമ്മള് വെളിപാട് 5 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിന് വെളിപാട് 5:12 അവർ അത്യുച്ചത്തിൽ, അവരും പുറകുറുക്കുന്ന ശബ്ദത്തിലല്ല, അത്യുച്ചത്തിൽ മാർക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കുവാൻ യോഗ്യം തന്നെ. നമുക്ക് തന്നെ ചിലപ്പം ചിലര് പാട്ട് പാടുന്ന കാണുമ്പോ ഈ മീമെന്ന കണ്ട് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ വായനൊക്കെ പക്ഷെ ശബ്ദമൊന്നും കേൾക്കത്തില്ല. ഇങ്ങനെ ആ ഒരു വായനക്കുന്നതേ കാണത്തുള്ളൂ, ശബ്ദം പുറത്തു വരത്തില്ല. എസ്പെഷ്യലി നമ്മളെ ഈ ചെറുപ്പക്കാരെ പിള്ളേരൊക്കെ ഇങ്ങനെ വായനൊക്കെ ശബ്ദം കേൾക്കുന്നില്ല. പക്ഷെ നമ്മള് ശബ്ദം, ദൈവം നമുക്ക് ശബ്ദം തന്നിട്ടുണ്ട്. ചിലപ്പം പലപ്പോഴും ഒരു ശബ്ദമില്ലെന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ വീട്ടിലോട്ട് പോകുമ്പോൾ അവർക്ക് ഭയങ്കര ശബ്ദമുണ്ടെന്ന് മനസ്സിലാവും. അവിടെ കിടന്ന് അലറി വിളിക്കും, നിലവിളിക്കും, ബഹളമൊക്കെ ഒക്കെ ചെയ്യുന്ന ശബ്ദമൊക്കെ കേൾക്കാം. പക്ഷെ എന്നാൽ നമ്മുടെ പ്രാർത്ഥനയിലും സഭയിലും ഒക്കെ വരുമ്പോൾ ശബ്ദം ഇല്ലാതെ വരുവാനൊക്കെ അങ്ങനെയൊക്കെയുള്ള മൈമെന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്. സ്ത്രീകളെ എനിക്ക് മെസ്സേജ് ഇട്ടേക്കുന്നതിനകത്ത് അപ്പൊ മൈമിനകത്ത് ഇവരിങ്ങനെ വായനക്കുന്നതേ കാണത്തുള്ളൂ, ഒന്നും ശബ്ദമൊന്നും കാണത്തില്ല എന്ന് പറയുന്നത് പോലെ നമ്മളുടെ പാട്ടുകളൊന്നും അങ്ങനെ ആവാതെ നമ്മൾ ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടി ഇതൊക്കെ കിടന്ന് ബഹളം വെക്കണം എന്നല്ല. എന്നാൽ അത് വേറൊരു എക്സ്ട്രീമുണ്ട്. നമ്മൾ ആ ഒരു എക്സ്ട്രീമിലോട്ട് പോരുന്ന നമ്മള് ഹൃദയത്തിനകത്തിൽ നിന്ന് നമുക്ക് തന്ന ശബ്ദത്തിൽ ശരിയാണ്. നമുക്ക് തൊണ്ടവേദനയൊക്കെ ഉണ്ടെങ്കിൽ വോയിസ് റെസ്റ്റ് വേണം. വോയിസ് റെസ്റ്റ് വേണ്ടുന്ന സമയത്ത് അതൊക്കെ ചെയ്യണം എന്നല്ല. പക്ഷെ എങ്കിലും ആ ഒരു കർത്താവ് തന്ന ശബ്ദം കർത്താവിനായിട്ട് കർത്താവ് തിരുനാമകീർത്തനം പാടുവാൻ, അല്ലെങ്കിൽ നാവ് എനിക്ക് എന്തിനാന്ന് നമ്മൾ പാടുന്നത് പോലെ. അപ്പൊ ആ ഒരു ഇരച്ചിൽ പോലും തകർത്ത് ഇടിമുഴക്കം പോലും ഞാൻ കേട്ടത് ഹല്ലേലൂയ. അപ്പൊ ആ 4-മത്തെ ഹല്ലേലൂയ എന്തിനാന്ന് ചോദിച്ചാൽ, അല്ല നമ്മൾ 6-മത്തെ വാക്യത്തിൽ വായിച്ച്, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്ത് ഏറ്റിരിക്കുന്നു. കർത്താവിന്റെ രാജ്യത്ത് വന്നിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. അത് മാത്രമല്ല, കർത്താവ് രാജ്യത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അതായത് കർത്താവ് രാജാവായിട്ട് കർത്താവ് ഭൂമിയിൽ വാഴാൻ പോകുന്നു എന്നുള്ളത് മാത്രമല്ല, മറിച്ച് വേറെ എന്തും കൂടെ ഉണ്ട്. കുഞ്ഞാടിന്റെ കല്യാണം വന്നു, അവന്റെ കാന്ത തന്നെത്തന്നെ ഒരുക്കിയിരിക്കുന്നു. ആ തന്നെത്തന്നെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ള ആ ഒരു പദപ്രയോഗം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ആന്തരിക പുസ്തകത്തില് അതിന് ആസ്പദമായിട്ട് ഒരു 3 വാക്യങ്ങൾ നമ്മൾ കണ്ടായിരുന്നു. ഒന്ന് യോഹന്നാൻ 3:3 നമ്മൾ വായിച്ചു കേട്ടു. നമ്മളത് പാട്ട് പാടുന്ന സമയത്ത് തന്നെ ഞാൻ ആ വാക്യം ഒന്ന് പറയുന്നുണ്ടായിരുന്നു. 1 യോഹന്നാൻ നമ്മൾ ഒരിക്കലും മറക്കരുതാത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ അധികം എംഫസൈസ് ചെയ്യാത്ത, പൊതുവെ ക്രിസ്തീയ ഗോളത്തിൽ അങ്ങനെയുള്ള എംഫസിസ് ഇല്ലാത്ത ചില വാക്യങ്ങളാണ്. എന്നാൽ നമ്മുടെ സഭകളിൽ നമ്മൾ അത് ദിവസാഴ്ച നമ്മൾ പലപ്പോഴും ഊന്നി പറയാറുള്ള വാക്യങ്ങളാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തില് അതിന്റെ 2-മത്തെ വാക്യം മുതൽ തന്നെ ഞാൻ വായിക്കുക. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ കാണുന്നത് കൊണ്ട്
അത് കർത്താവ് ആയിരിക്കുന്നത് പോലെ നമ്മൾ കാണുന്നത് കൊണ്ട് നാം അവനോട് സദൃശന്മാരാകും. കർത്താവ് ആയിരിക്കുന്നത് പോലെ ഇന്ന് നമ്മൾ കണ്ണാടിയിൽ കടമൊഴി പോലെയാണ് കാണുന്നത്, 1 Corinthians 13:12. എന്നാൽ കർത്താവ് ആയിരിക്കുന്നത് പോലെ ആ മുഹൂർത്തത്തോടെ നമ്മൾ കാണുമ്പോൾ നമ്മളും അതുപോലെ അങ്ങ് ആയിപ്പോവും. നമ്മൾ അത് കർത്താവിനെ പോലെ അങ്ങ് പൂർണ്ണമായിട്ടും ആവും. അപ്പോഴാണ് നമുക്ക് പുനരുദ്ധാന ശരീരത്തിൽ കർത്താവിനെ പോലെ നമ്മൾ പൂർണ്ണമായിട്ടും ആയിത്തീരുന്ന അപ്പോഴാണ്. ഇപ്പൊ നമ്മൾ കർത്താവിനെ പോലെ ആയിക്കൊണ്ടേയിരിക്കുന്നു. കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാനായിട്ടാണ് ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത്, റോമർ 8:29. അപ്പൊ ആ സാദൃശ്യത്തോട്, കർത്താവിന്റെ സ്വരൂപത്തോട്, കർത്താവിന്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, കർത്താവിനെ പോലെ ആയിക്കൊണ്ടേയിരിക്കുന്നു. ബിക്കമിങ് മോർ ആൻഡ് മോർ ലൈക്ക് ജീസസ് എന്ന് പൂർണ്ണമായിട്ട് കർത്താവിനെ പോലെ ആയിത്തീരുന്ന കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ കർത്താവിനെ ആ മഹത്വത്തോടെ നമ്മൾ കാണുമ്പോൾ കണ്ണുമിക്കുന്ന നേരത്തില് നമ്മളും കർത്താവിനെ പോലെ അങ്ങ് ആയിത്തീരും. അപ്പം അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. അവന് ഈ പ്രത്യാശയുള്ളവൻ എന്ന് പറയുമ്പോൾ കർത്താവ് രണ്ടാമത് വരും എന്നുള്ളത് മാത്രമല്ല, കർത്താവ് രണ്ടാമത് വരും എന്നുള്ളത് പ്രത്യാശയുടെ ഒരു ഭാഗം. എന്ന പ്രത്യാശയുടെ മറുഭാഗം എന്ന് പറഞ്ഞാൽ ഒരു കോയിന് 2 സൈഡ് എന്ന് പറഞ്ഞ പോലെ ഒരു ഭാഗം കർത്താവ് രണ്ടാമത് വരും. എന്നാൽ കർത്താവ് രണ്ടാമത് വരുമ്പോൾ ഞാനും കർത്താവിനെ പോലെ ആയിത്തീരും എന്നുള്ള ആ വലിയൊരു പ്രത്യാശ, വലിയൊരു ഹോപ്പ്, ആ ഒരു പ്രത്യാശ എന്നുള്ള വാക്ക് അത് മലയാളത്തിലുള്ള ഒരു വളരെ വിശേഷപ്പെട്ട വാക്കാണെന്ന് ജോജി ബേർ കഴിഞ്ഞ കോട്ടയം കോൺഫറൻസിന് പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കും. ആശ, ഹോപ്പ് എന്നുള്ള വാക്ക് ഇംഗ്ലീഷിലുള്ള, എന്നാൽ മലയാളത്തിലെ ആശ എന്ന പ്രത്യാശ. ആശയ്ക്ക് വിരോധമായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ റോമർ 4:16 ആശയ്ക്ക് വിരോധമായി ഞാൻ എടുത്തപ്പോൾ തന്നെ ആ റോമർ 4 ആ വാക്യം തന്നെ ആ പേജ് തന്നെ വന്നു. ഹോപ്പ് ബിയോണ്ട് ഹോപ്പ് അഗൻസ്റ്റ് ഹോപ്പ്. അതാ, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. നോക്കുമ്പോ ആശയെല്ലാം അസ്തമിക്കത്തക്കാനുള്ള സാഹചര്യങ്ങളാണ് ഉള്ളേ. എബ്രഹാമിന്റെ കാര്യമാണ് പറയുന്നേ. സാറയെ നോക്കുമ്പോഴും എബ്രഹാം സ്വന്തമായിട്ട് കണ്ണാടി നോക്കാം. അന്ന് കണ്ണാടിയൊക്കെ ഇങ്ങനെയുള്ള മേ ബി സ്വയം പ്രതിബിംബം കാണുന്ന കണ്ണാടി മാതിരിയൊക്കെയുള്ള അന്നും ഉണ്ടായിരുന്നിരിക്കും. അപ്പൊ സാറയെ നോക്കുമ്പോഴും സാറ ചുപ്പിച്ചുളഞ്ഞ മുഖത്തോടെ ഇരിക്കുക. എബ്രഹാം നോക്കുമ്പോൾ പല്ലുമൊക്കെ ഇളകി കാഴ്ച അത്ര പോരാ, വയസ്സൊക്കെ ആയി, 99 വയസ്സ് എന്ന ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു. ആശയെല്ലാം അസ്തമിക്കുന്ന സമയമായി മാനുഷികമായിട്ട് പറഞ്ഞു. എന്നാൽ അതിനും എഗൻസ്റ്റ് ആയിട്ട് ദൈവം തരുന്ന ഒരു ആശയോട്, അതാ പ്രത്യാശ. അപ്പൊ ആ പ്രത്യാശ ഇത് നമ്മൾ നോക്കുമ്പം ലോക സംഭവങ്ങളൊക്കെ അതുപോലെ തന്നെ നമ്മൾ ജനിച്ചപ്പോൾ മുതൽ ലോക സംഭവങ്ങൾ എല്ലാ ദിവസവും പത്രം വരുന്നു, സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു. പലരും ജനിക്കുന്നു, മരിക്കുന്നു, പല കാര്യങ്ങളും നടക്കുന്നു. കർത്താവ് വരും എന്ന് ഇവർ പറയുന്നുണ്ട്. എന്നാൽ ആശയ്ക്ക് വിരോധമായി ആശയോടെ നമ്മൾ വീണ്ടും ആ പ്രത്യാശയോടും എന്റെ കർത്താവ് എന്നെ ചേർപ്പാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് യഥാർത്ഥത്തിൽ ആ പ്രത്യാശ ഉണ്ടെങ്കിൽ കർത്താവ് നമ്മൾ ചേർപ്പാനായിട്ട് വരുന്നുണ്ട്, കർത്താവിനെ പോലെ നാം ആയിത്തീരും എന്നുള്ള ആ ഒരു 2-fold ഹോപ്പ്, ആ 2 മടങ്ങ് പ്രത്യാശ നമുക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 1 യോഹന്നാൻ 3:3 വരുമ്പോൾ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. ആ ഒരു സ്റ്റാൻഡേർഡ് നമ്മളെപ്പോ വരെയും നമ്മളെ നിർമ്മലീകരിക്കണം എന്ന് പറഞ്ഞാല് നമ്മളെ പറയൊക്കെ ബാക്കിയുള്ളവരെക്കാട്ടി, നമ്മുടെ സഭയിൽ ബാക്കിയുള്ളവരെക്കാട്ടി നിർമ്മലനായി തീർന്ന അവിടെ കൊണ്ട് നിർത്താം. അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചാല് ഞാൻ ബാക്കി അവരെക്കാട്ടിലൊക്കെ ഇവരൊക്കെ ഞാൻ വലിയ മോശമൊന്നുമല്ല, ഞാൻ കുറച്ച് നല്ല വിശുദ്ധനായിട്ടുള്ള സഹോദരനാണ്, വിശുദ്ധയായിട്ടുള്ള സഹോദരിയാണ്, അവിടെ കൊണ്ട് നിർത്തുവാണെങ്കിൽ നമ്മുടെ കാര്യം പോക്കായി, നമ്മൾ സ്റ്റാഗ്നന്റ് ആയിപ്പോയി. എന്നാൽ കർത്താവ് അവിടുത്തെ വിശുദ്ധി, കർത്താവ് അവിടുത്തെ ആ താഴ്മ, അവിടുത്തെ നിസ്വാർത്ഥത, അവിടുത്തെ ആ വിശുദ്ധി, അവിടുത്തെ കർത്താവ് ആ ഒരു തീക്ഷ്ണത, അവിടുത്തെ ആ ഒരു പൂർണ്ണഹൃദയത്തോടെയുള്ള അനുസരണം, കർത്താവെ അവിടുത്തെ ആ നിർമ്മലത, അവിടുത്തെ ആ ജസ്റ്റിസ് ഹീസ് പ്യുവർ, വി ഷുഡ് പ്യൂരിഫൈ അവർസെൽസ് ജസ്റ്റിസ് ഹീസ് പ്യുവർ. തന്നെ വിശദീകരിക്കുന്ന ഒരു കാര്യം, തന്നെ വിശദീകരിക്കുന്ന പറഞ്ഞാൽ എന്താ? കർത്താവിന്റെ മുമ്പാകെ നമ്മൾ ജീവിക്കുന്നു, മനുഷ്യരുടെ മുമ്പാകെ നമ്മൾ ജീവിക്കുമ്പോൾ അവരെക്കാട്ടി ഞാൻ വിശുദ്ധനാ, ഇവനെക്കാട്ടി ഞാൻ വിശുദ്ധയാ എന്നൊക്കെ നമുക്ക് തോന്നും. എന്നാൽ കർത്താവിന് മുമ്പാകെ നിൽക്കുമ്പോൾ അയ്യോ ഞാൻ അതിശുദ്ധിയില്ലാത്ത മനുഷ്യൻ, അതിശുദ്ധിയില്ലാത്ത ജനത്തിന്റെ നടുവിൽ കർത്താവ് അതിശുദ്ധിയില്ലാത്ത മനുഷ്യന് ഞാൻ അരിഷ്ടപാപി, അയ്യോ ഞാൻ അരിഷ്ടപാപി. അവിടെ യെശയ്യാവ് 6-ാം യെശയ്യാവ് നിലവിളിക്കുന്നു. ഇവിടെ അരിഷ്ട മനുഷ്യൻ എന്നും പറഞ്ഞ് പൗലോസ് റോമർ 7:24 നിലവിളിക്കുന്നു. മരിച്ചവനെ പോലെ യോഹന്നാൻ അവിടെ വെളിപാട് 1-ാം 17-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ അവിടെ കവിഞ്ഞു വീഴുന്നു. ഇയ്യോബ് 42-ാം ഇയ്യോബ് അയ്യോ ഞാൻ എന്റെ വാക്കുകളൊക്കെ ഞാൻ തിരിച്ചെടുക്കുക, ഞാനങ്ങ് പൊടിയിലും ചാരത്തിലും ഒക്കെ ഞാൻ മാനസാന്തരപ്പെടുന്നു, അനുദപിക്കുന്നു എന്ന് ഇയ്യോബ് 42 പറയുന്നു. പത്രോസ് ലൂക്കോസ് 5:8 അയ്യോ ഞാന് പാപിയായ മനുഷ്യൻ എന്നെ വിട്ടു പോകണേ കർത്താവേ എന്ന് പറയുന്നു. പിന്നെ ദാനിയേല് അവന്റെ ഉള്ളിലെ ശക്തിയൊന്നും ശേഷിക്കാതെ വീണു പോകുന്ന കാര്യം ദാനിയേൽ 7:10 നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ദൈവത്തെ മുഖാമുഖം കണ്ടവരെല്ലാം, എബ്രഹാം ദൈവത്തിന്റെ മഹത്വം കാണുമ്പോ ദൈവത്തോട് ഇനി എങ്ങനെ ചോദിക്കും, എന്താ ചോദിക്കുന്നേ, ആ ഒരു വലിയ ഭയഭക്തി ബഹുമാനത്തോടായിരിക്കുന്ന എബ്രഹാം
ദൈവത്തിന്റെ സ്നേഹിതനെന്ന് വിളിക്കപ്പെട്ട യാക്കോബ് 2:23 അത് നമ്മൾ വായിക്കുന്നുണ്ട്. ഫ്രണ്ട് ഓഫ് ഗോഡ് ആയിട്ടുള്ള എബ്രാഹിം പോലും ദൈവത്തോട് ഇനി എങ്ങനെ ഞാൻ ചോദിക്കും, ആ ഒരു ഭയഭക്തി ബഹുമാനം നമ്മൾ കാണുന്നുണ്ട്. അത്രയും വലിയ അത്രയും വലിയ വിശുദ്ധനായിട്ടുള്ള ആ ഒരു കർത്താവിന്റെ മുമ്പാകെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആത്മാവിൽ ദരിദ്രനായിരിക്കും. മറിച്ച് അല്ലെങ്കിൽ നമ്മൾ ലവോദിക്ക മൂപ്പനെ പോലെ എനിക്കൊന്നിനും കുറവൊന്നുമില്ല, ബാക്കിയുള്ളവർക്കൊക്കെ ആ കുറവ് ഈ കുറവും ഒക്കെ ഉണ്ട്, അവർക്കൊക്കെ കുറെ കാര്യങ്ങൾ മാറാനുണ്ട്, ഞാൻ ഏറ്റവും തികഞ്ഞവനാണ്, എനിക്ക് ഒന്നിനും മുട്ടില്ല, എനിക്കൊന്നിനും ഒരു കുറവുമില്ല എന്ന് പറയുന്ന ലവോദിക്ക മൂപ്പനെ പോലെ അരിഷ്ടനും നീചനും മിസറബിൾ ആയിട്ട്, വെച്ചതായിട്ട്, പൂറായിട്ട്, ബ്ലൈൻഡ് നേക്കഡ് എന്നൊക്കെ പറഞ്ഞ അവനെ കുറിച്ച് കർത്താവ് അഭിപ്രായം പറയുന്ന കാര്യങ്ങൾ വെളിപാട് 3:17 18 വാക്യങ്ങളൊക്കെ നമുക്കറിയാം. എന്നാൽ ദൈവമുമ്പാകെ നമ്മൾ ജീവിക്കുവാണെങ്കിൽ, ദൈവത്തിന്റെ വിശുദ്ധിയുടെ മുമ്പാകെ ജീവിക്കുവാണെങ്കിൽ, കർത്താവ് ഞാൻ എത്ര നീചനായിട്ടുള്ള പാപിയാണ്, കർത്താവ് ഞാനാണ് എല്ലാവരെക്കാട്ടിലും ആവശ്യക്കാരന്, ഈ കർത്താവിന്റെ സഭയിലെ ഏറ്റവും കർത്താവ് വചനത്തിന് ആവശ്യമുള്ള എനിക്ക് എന്നുള്ളൊരു ബോധ്യം, ഞാനാണ് കർത്താവ് പാപിയിൽ മുമ്പൻ എന്ന് പൗലോസ് പറയുന്ന കാര്യം നമുക്കറിയാം. പൗലോസ് ആദ്യം 1 Corinthians 15:9 ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനാന്ന് പറഞ്ഞു, ഐ ആം ദ ലീസ്റ്റ് ഓഫ് ഓൾ അപ്പോസ്റ്റൽസ്, 1 Corinthians 15:9. എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് എഫേസ്യർ 3-ാമത്തെ വാക്യം എത്തിയപ്പോഴത്തേക്ക് ഞാൻ വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവൻ, അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ മാത്രമല്ല, ഞാൻ വിശുദ്ധന്മാരിൽ എല്ലാ വിശ്വാസികളും എടുത്ത് നോക്കിയാലും ഞാനാണ് ഏറ്റവും കുറവുള്ളവൻ. കുറച്ചുകൂടെ കഴിഞ്ഞ് പൗലോസ് കുറച്ചുകൂടെ ആത്മീയ പക്വതയിലേക്ക് വന്നപ്പോഴത്തേക്ക് 1 തിമോഥെയോസ് 2:15 ആയപ്പോഴത്തേക്ക് ഞാൻ വിശുദ്ധന്മാരിലൊന്നും അല്ല കേട്ടോ, ഈ ലോകത്തിലുള്ള എല്ലാ പാപികളെ വെച്ച് നോക്കുവാണെങ്കിൽ ഞാനാണ് പ്രധാനി, ഞാൻ ഒന്നാമത്തെ പാപി എന്ന് വെച്ചാൽ തന്റെ ജഡത്തിലെ ആ ഒരു കറ, തന്റെ ജഡത്തിലെ ആ ഒരു സ്വാർത്ഥതയും നികളവും, ഒരു നന്മയില്ലാത്ത ജഡം എന്ന് റോമർ 7:18 പറയുന്ന പൗലോസ് 1 തിമോഥെയോസ് 2:15 എന്താ പറയുന്നത്, പാപികളെ രക്ഷിക്കാൻ വേണ്ടി ക്രിസ്തു വന്നു പറഞ്ഞത് ഇത് സ്വീകരിക്കത്തക്ക വചനമായിരുന്ന അതിൽ ഞാനാണ് ഒന്നാമൻ, ഐ ആം ദ ഫോർമോസ്റ്റ് ഓഫ് ഓൾ സിന്നേഴ്സ്, ഞാനാണ് അതിൽ ഒന്നാമനായിട്ടുള്ള പാപി, ഞാനാണ് കർത്താവി ഈ നീച പാപിക്ക് പ്രേമഹിതത്തെ ദിവ്യഹിതത്തെ അരുൾക നമ്മൾ ആ പാട്ടില് പാടുന്നുണ്ട്. അത് പാട്ടുകാരൊക്കെ പിന്നീട് അതൊക്കെ ഇങ്ങനെ കർത്താവ് ഈ നിന്റെ മക്കൾക്ക്, ഈ നിന്റെ ദാസർക്ക് എന്നൊക്കെ പറഞ്ഞ് അത് മാറ്റി എഴുതിയിട്ടുണ്ട്. അരുൾക എന്റെ പ്രാണസഖി യേശു എന്നത് എഴുതിയത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, കർത്താവ് ഈ നീച പാപിക്ക് പ്രേമഹിതത്തെ നീ കാട്ടുക എന്ന് പറഞ്ഞാല് കർത്താവ് ഞാനാണ് ഏറ്റവും ആവശ്യക്കാരൻ. അപ്പൊ അങ്ങനെയുള്ളവനാണ് തന്നെ നിർമ്മലീകരിക്കാൻ പറ്റുന്നത്. അപ്പൊ അല്ലെങ്കിൽ ഞാൻ കുറച്ച് സീനിയറായി, ഞാൻ എനിക്ക് കുറച്ച് പാരമ്പര്യമുണ്ട്, ഇത്ര വർഷത്തെ പാരമ്പര്യമുണ്ട്, കർത്താവിനെ അറിയാൻ ഇത്ര വർഷമായി, അല്ലെങ്കിൽ കർത്താവ് എനിക്ക് ഇത്രയധികം എക്സ്പീരിയൻസ് ഉണ്ട്, കർത്താവിനെ ഇത്രയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഭാവം നമ്മളിൽ വരുമ്പോൾ നമ്മളെ തന്നെ നിർമ്മലീകരിക്കുന്നതൊക്കെ നിർത്തിക്കളഞ്ഞോ എവിടെയോ എന്നുള്ളൊരു കാര്യം. എന്നാൽ അതാ തന്നെ നിർമ്മലീകരിച്ചിരിക്കുന്നു, അത് നമ്മൾ കർത്താവ് നിർമ്മലനായിരിക്കുന്ന പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ 1 യോഹന്നാൻ 3:3 നമ്മൾ വായിച്ചു. പിന്നെ അതുപോലെ തന്നെ ഒരു വാക്യം, ഇപ്പൊ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കുന്നു പറഞ്ഞാൽ കർത്താവിന്റെ വെളിച്ചത്തിന് മുമ്പാകെ ജീവിക്കുമ്പോൾ നമ്മൾ അതുവരെ കാണാത്ത പല കാര്യങ്ങളും, ചില മനോഭാവങ്ങള്, ചില വാക്കുകളോ ചില പ്രയോഗങ്ങളോ ഒക്കെ അത്ര ഒരു സഭ്യമല്ലാതെ ആകാത്ത വാക്കൊന്നും പുറപ്പെടരുതെന്നാണ് നമ്മൾ എഫേസ്യർ 4:29 വായിക്കുന്നത്. ഓരോ വാക്ക് കൃപയാല്, ഉപ്പിനാൽ രുചി വരുത്തിയ കൃപയോടുകൂടിയ വാക്കുകൾ സംസാരിക്കണമെന്ന ക്ലോസർ 4:6. അപ്പം കർത്താവ് ഞാൻ ആ സംസാരിച്ച വാക്കില് അത്ര ഒരു കൃപ അത്ര പോയായിരുന്നു, കുറച്ചുകൂടി ഉപ്പിടണമായിരുന്നു. ചില കറിക്കകത്ത് നമ്മള് കൂട്ടാൻ തുടങ്ങുമ്പോൾ കുറച്ചുകൂടി ഉപ്പ് വേണമായിരുന്നു, അത്ര രുചിയായില്ല എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ചായക്ക് അത്ര മധുരം കുറഞ്ഞുപോയി എന്ന് പറഞ്ഞതുപോലെ നമ്മള് ചിലപ്പോ കർത്താവിന്റെ മുമ്പാകെ നിർമ്മലീകരിക്കുന്ന ഇത് തിയറിയായിട്ടുള്ള കാര്യമില്ല. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മള് ആൾക്കാരോട് സംസാരിക്കുന്നു, ഇടപെടുന്നു. അപ്പോ ദൈവത്തിന് മുമ്പാകെ കർത്താവിന് മുമ്പാകെ തന്നെ തങ്ങളെ തന്നെ ശോധന ചെയ്യുന്നവര് പിന്നെ വിധിക്കപ്പെടുകയില്ലെന്നാണ് 1 Corinthians 11:30 വാക്യത്തിൽ, അത് കർത്തൃമേശയോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നതെന്ന അത് എന്നും എപ്പോഴും കർത്തൃമേശ എടുക്കുവാൻ നമ്മൾ യോഗ്യരായി കാണണം. ആദ്യ നൂറ്റാണ്ടിലെ ദൈവമക്കളൊക്കെ അവര് ദിവസവും അപ്പം നുറുക്കിക്കൊണ്ടുവന്നാണ് നമ്മള് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ 1 Corinthians 11:30 31-ാമത്തെ വാക്യത്തില് നാം നമ്മെ തന്നെ വിധിച്ചാൽ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ശരിയാവണ്ണം വിധിച്ചാൽ എന്ന് വേണം കുറച്ചുകൂടെ നല്ല പരിഭാഷ. എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ വിധിക്കുകയല്ല, അവിടെ ക്രീനോ എന്നുള്ള വാക്കാണ് വിധിക്കുക എന്നുള്ള വാക്ക്. ഡയാക്രീനോ എന്ന് പറഞ്ഞൊരു വാക്ക്,
എന്നുള്ളൊരു ഒരു പ്രൊപ്പോസിഷനും കൂടെ ചേർത്താണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതാ NASB ഇഫ് യു ജഡ്ജ് ourselves റൈറ്റ്ലി ശരിയാവണ്ണം എന്നുള്ളൊരു കാര്യം അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ നാം വിധിക്കപ്പെടുകയില്ല എന്ന് പറയുമ്പോൾ അവിടെ ക്രീനോ എന്നുള്ള വാക്കാണ്. എന്നാൽ ഡയാക്രീനോ ചെയ്താൽ നമ്മൾ ക്രീനോ ആവത്തില്ല എന്ന് പറഞ്ഞാൽ എന്ത് ഡയാക്രീന എന്ന് പറഞ്ഞാൽ ശരിയാവണ്ണം വിധിക്കുക. നമ്മളെ ഞാൻ വിധിച്ചു, കർത്താവിന് മുമ്പാകെ എനിക്ക് വലിയ പാപമൊന്നും ഇല്ല. എന്നാൽ നമ്മള് മുമ്പാകെ നമ്മളുടെ ഓരോ ദിവസവും കർത്താവേ, ഞാൻ ഇന്ന് എന്റെ സംസാരത്തില്, എന്റെ വാക്കുകളില്, എന്റെ പ്രവൃത്തിയില്, എന്റെ മനോഭാവങ്ങളില്, എന്റെ ചിന്തകളില്, കർത്താവേ, എന്റെ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളില് 5 ഏരിയാസ് എസ്പെഷ്യലി പറയാം. ആറ്റിറ്റ്യൂഡ്സ്, മോട്ടീവ്സ്, തോട്ട്സ്, വേർഡ്സ്, ഡീഡ്സ്. നമ്മുടെ മനോഭാവങ്ങള്, മോട്ടീവ്സ് നമ്മുടെ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ, ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ മറ്റു ദൈവത്തോടുള്ള മനോഭാവം, നമ്മൾ മറ്റു മനുഷ്യരോടുള്ള മനോഭാവം, നമുക്ക് മേലെയുള്ളവരോടും താഴെയുള്ളവരോടും ഒക്കെ ഉള്ള മനോഭാവം. പിന്നെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, എന്തുകൊണ്ട് നമ്മൾ ഇതൊന്ന് ചെയ്തു, ദൈവത്തെ മഹത്വപ്പെടുത്താനാണോ നമ്മളതിനെ മഹത്വപ്പെടുത്താനായിട്ടാണ് നമ്മളിത് പറഞ്ഞത് ചെയ്തത്. പിന്നെ നമ്മുടെ ചിന്തകൾ, നമ്മൾ എന്താ കാര്യങ്ങളാണ് ചിന്തിക്കുകയും പ്ലാൻ ചെയ്യുകയും ഒക്കെ ചെയ്ത്. പിന്നെ നമ്മളുടെ വാക്കുകൾ, പിന്നെ നമ്മുടെ പ്രവൃത്തികൾ, ആറ്റിറ്റ്യൂഡ്സ്, മോട്ടീവ്സ്, ഡിസിഷൻസ് നമ്മളുടെ തീരുമാനങ്ങള്, ഡിസയേഴ്സ് നമ്മളുടെ ആഗ്രഹങ്ങള്, നമ്മളുടെ ഇമോഷൻസ് നമ്മളുടെ വികാരങ്ങള്, ആറ്റിറ്റ്യൂഡ്സ്, മോട്ടീവ്സ്, ഡിസിഷൻസ്, ഡിസയേഴ്സ്, ഇമോഷൻസ്, തോട്ട്സ് ചിന്തകള്, വേർഡ്സ് നമ്മുടെ വാക്കുകൾ, ഫേഷ്യൽ എക്സ്പ്രഷൻ നമ്മുടെ മുഖഭാവങ്ങള്. ചിലപ്പോൾ നമ്മളുടെ മുഖഭാവം നമ്മള് ചിലപ്പോ ചിലരോട് ഒരു പുച്ഛത്തോടെ ഒരു കളിയാക്കിച്ചിരി, ചില ഒരു ബോഡി ലാംഗ്വേജിൽ ഒരു കളിയാക്കുന്ന ഒരു മനോഭാവം, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്. പിന്നെ നമ്മളുടെ ഡീഡ്സ്. 9 കാര്യങ്ങളാണ്. ഞാൻ 5 കാര്യം ആദ്യം പറഞ്ഞു. ആറ്റിറ്റ്യൂഡ്സ്, മോട്ടീവ്സ്, പിന്നെന്താ തോട്ട്സ്, വേർഡ്സ്, ഡീഡ്സ്. കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആറ്റിറ്റ്യൂഡ്സ്, മോട്ടീവ്സ്, ഡിസിഷൻസ്, ഡിസയേഴ്സ്, ഇമോഷൻസ്, തോട്ട്സ്, വേർഡ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആൻഡ് ഡീഡ്സ്. 9 കാര്യങ്ങളാണ്. ആ കാര്യങ്ങളിലെല്ലാം നമ്മളുടെ ജീവിതത്തെ കർത്താവിന് മുമ്പാകെ കൊണ്ടുവന്ന് നമ്മളൊന്ന് ശോധന ചെയ്യുമ്പം ദൈവത്തിന് നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കുകയല്ല, മറിച്ച് നമ്മൾ കർത്താവിനെ നോക്കുമ്പോൾ കർത്താവിന്റെ വെളിച്ചത്തില് നമ്മുടെ മനസാക്ഷിയില് നമ്മൾ പറഞ്ഞ കാര്യങ്ങളോ ചെയ്ത കാര്യങ്ങളോ ഒക്കെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ തെറ്റിപ്പോയ കാര്യങ്ങളൊക്കെ കർത്താവ് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഭാര്യയോട് ഭർത്താവിനോട് പറയുന്ന കാര്യമായിരിക്കും, മക്കളോടുള്ള സംസാരമായിരിക്കും. നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ പുറമേ നമ്മുടെ സഭയിലോ നമ്മുടെ ബാക്കി ഫോർമലായിട്ടുള്ള സംസാരമൊക്കെ വളരെ പോളിഷ്ഡ്, വളരെ സഭ്യവും വളരെ കൃപയൊക്കെ ആയിരിക്കും. എന്നാൽ ചിലപ്പോൾ നമ്മൾ വീട്ടിലുള്ളവരോടായിരിക്കും നമ്മൾ കയർത്ത് സംസാരിക്കുകയും ചിലപ്പോൾ ഒരു കരുണയില്ലാത്ത ചില വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെ വരുന്നത്. അവിടെ നമ്മളെ തന്നെ വിശദീകരിക്കുക എന്ന് പറയുമ്പോൾ എന്തിനാ ഈ പറയുന്നതെന്ന് വെച്ചാൽ, എന്താ കാന്തയാവണമെങ്കിൽ മതി. നമുക്ക് ക്ഷണിക്കപ്പെട്ടവരായിരിക്കുന്ന വേറൊരു കൂട്ടമുണ്ട്, അവർക്ക് വലിയ വിശദീകരിക്കപ്പെടുന്ന വലിയ വലിയ കാര്യങ്ങളൊന്നും കേൾക്കണ്ടാവും. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർ വിചാരിക്കും, ഇതെന്ത് ഈ സൗരന്മാര് പറയുന്നത്, ഇതൊക്കെ ബൈബിളിലാണ് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്, ഞങ്ങൾ ഇത്രയും വർഷം ക്രിസ്ത്യാനികളായിട്ട് ജീവിച്ചതല്ലേ, ഇവര് ഈ വിശദീകരിക്കുക കർത്താവ് നമ്മൾ വിശദീകരിച്ചതല്ലേ, കർത്താവ് നമ്മൾ നീതീകരിച്ചതല്ലേ, പിന്നെ ഇനിയിപ്പം വലിയ വിശദീകരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഈ ഇരുന്ന് ഓരോ മണിക്കൂറുകൾ ഇങ്ങനെ ചെലവഴിച്ച് വേസ്റ്റ് ആക്കി കൊണ്ടിരിക്കുന്നത് എന്തിനാ? അവര് എന്താ വെച്ചാൽ നമ്മളവരെ കുറ്റം പറയണ്ട, അവര് കല്യാണത്തിന് സദ്യ കഴിക്കാൻ വരുന്ന ആൾക്കാര്. അതാ നമ്മളിവിടെ 19 അധ്യായത്തിന്റെ 19 അധ്യായത്തിലേക്ക് നമ്മൾ വെളിപ്പാട് 19 അധ്യായത്തിന്റെ 9ാമത്തെ വാക്യം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയാറുണ്ട്. കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ട ഒരു ഭാഗ്യവാന്മാർ, അവര് ഇൻവിറ്റേഷൻ കാർഡൊക്കെ കിട്ടി അവിടെ സ്വർഗത്തിലെത്തി. നല്ല കാര്യം, അവർ ഭാഗ്യവാന്മാരാ. നരകത്തിൽ കിടന്ന് എന്നേക്കും വെന്തിരിയുന്നവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവര് എത്ര ഭാഗ്യം ചെയ്തവരാ, നല്ല ആൾക്കാർ, എത്ര ഭാഗ്യവാന്മാർ എന്ന് എഴുതുക. അപ്പം നമുക്ക് തോന്നുന്നു ഈ കാന്തയുണ്ട്, ക്ഷണിക്കപ്പെട്ടവരുണ്ട്. ഇതൊക്കെ ആരൊക്കെയോ വെറുതെ എന്തൊക്കെയോ എഴുതി വെച്ചേക്കോ അല്ല. അപ്പൊ അതുകൊണ്ട് യോഹന്നാനോട് ദൂരം പറഞ്ഞു, ഇത് ദൈവത്തിന് സത്യവചനം എന്നും എന്നോട് പറഞ്ഞു. റൈറ്റ്, ഇത് നീ എഴുതുക. പിന്നെ കാണാം എഴുതാൻ മറന്നുപോയാലും ഇപ്പൊ പറയുന്നത് ഇപ്പം തന്നെ അങ്ങ് എഴുതിക്കൂ. പിന്നെ ക്ഷണിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടം കൂടെ ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം എഴുതി വെച്ചു. ഇത് സത്യവചനം തന്നെ. അപ്പം കാന്തയുണ്ട്. കാന്ത എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ തങ്ങളെ തന്നെ നിർമ്മലീകരിച്ചു. മറ്റവരും വിശ്വാസികൾ തന്നെ, അവരും കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവര്, കർത്താവിന് സ്തോത്രം ചെയ്യുന്നവര്, അവര് കർത്താവിന്റെ കുഞ്ഞാടിന്റെ രക്തത്താൽ തങ്ങളുടെ അങ്കി വെളുപ്പിച്ചവർ എന്നൊക്കെ നമ്മൾ പാട്ടി പാടുന്ന പോലെ പല കാര്യങ്ങൾ അവരും അങ്കി വെളുപ്പിച്ചവരൊക്കെ തന്നെ. അവര് നമ്മള് വെളിപാട് 7ാം അധ്യായത്തിന്റെ 9ാമത്തെ വാക്യത്തിൽ എണ്ണിക്കൂടാത്ത ഒരു പുരുഷാരം ഉണ്ട്. ആ എണ്ണിക്കൂടാത്ത പുരുഷാരമാണ് കുഞ്ഞാടിന്റെ രക്തത്തില് അങ്കി വെളുപ്പിച്ചവരെ കുറിച്ചൊക്കെ അതിന്റെ
13-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപ്പാട് 7-ന്റെ 9-ഉം 13-ഉം ഒക്കെ ഞാൻ പറയുന്നത്. എന്നാ ഒരു കുഞ്ഞാടിന്റെ അവര് അങ്കി വെളുപ്പിച്ചു, കുഞ്ഞാടിന്റെ രക്തം അങ്കി വെളുപ്പിക്കുകയൊക്കെ ചെയ്തു. നല്ല മനസാക്ഷിയോടെ അവര് വിശ്വാസത്തിന് നിലനിന്നു. വിശ്വാസത്തിന് വീണുപോയില്ല. വിശ്വാസത്തിന് വീണുപോയായിരുന്നെങ്കിൽ രക്ഷ നഷ്ടപ്പെട്ട് അവിടെ നരകത്തിൽ ചെന്ന് കിടന്നേനെ. പക്ഷെ ഇവര് വിശ്വാസത്തിൽ നിന്ന് നിലനിന്നു. എന്നാ അവർക്ക് ഈ വിശദീകരിക്കുക, നമ്മളെ തന്നെ ഇത് മുമ്പാകെ ശോധന ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ആവശ്യമില്ലാത്ത പണി. ഇത് കുറെ അപ്പനുർഗ ശുശ്രൂഷ എന്ന് പറയുന്ന സൗകര്യങ്ങളെ ശോധന ചെയ്യാൻ വേണ്ടി കുറെ വചനം പറയും, അത് പറയും, ഇത് പറയും. ഇതൊക്കെ നമ്മളൊക്കെ കർത്താവ് അതെ എന്നെ നമുക്ക് ഹെവൻലി പാസ്പോർട്ട് മിസ്റ്റേക്ക് കിട്ടി, ഇനിയിപ്പോ അങ്ങോട്ട് പോയാൽ മതി, ഐ എം ഓൺ ദ വേ ടു ഹെവൻ, ഞാൻ സ്വർഗത്തിലേക്ക് അങ്ങ് എടുത്താൽ മതി എന്നുള്ള ഒരു ഭാവമാണെന്നുണ്ടെങ്കിൽ നമ്മള് വിശ്വാസത്തിൽ നിലനിന്ന ഈ ക്ഷണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ 30 അറുപതിന് ഫലം കായ്ക്കുന്നവരെ പോലെ ഇരിക്കും. എന്നാൽ 100 ഫലം കായ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 7-ാമത്തെ വാക്യത്തിൽ അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ആ കാന്തയെ മണവാളം വന്ന് ഒരുക്കി എന്നല്ല നമ്മുടെ വാക്യം. നമ്മള് പറയും മണവാട്ടി ഒരു കല്യാണത്തിന് മണവാളം വന്നല്ല മണവാട്ടി ഒരുക്കുന്നേ എന്നാ മണവാട്ടിയുടെ സെറ്റ് ഉണ്ട്. മണവാട്ടി തന്നെ ഒരുക്കാനായിട്ട് ചില ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ഈ മണവാളം തന്നെ അയച്ചേക്കുവാണ് പരിശുദ്ധാത്മാവിനെ ഒരുക്കാനായിട്ട്. നമ്മൾ സ്വയമായിട്ട് ഒരുക്കുന്ന പറഞ്ഞാൽ നമ്മുടെ സ്വയജീവനിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു സ്വയത്തിന്റെ ഒരു എഫർട്സിന്റെ കാര്യമല്ല, മറിച്ച് നമ്മൾ ആ സ്വയജീവനെ അങ്ങ് താഴ്ത്തി ഏൽപ്പിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് കീഴടങ്ങി അങ്ങനെ നമ്മളുടെ ഒരു കോപ്പറേഷൻ ഇല്ലാതെ അവിടെ ഒരു ഒരുക്കം നടക്കത്തില്ല. അത് ഇന്ന് മൊത്തം നമ്മൾ അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോലും അത് അധികപ്പറ്റാവത്തില്ല. എന്ന് വെച്ചാൽ നമ്മളുടെ നിത്യതയെ കുറിക്കുന്ന കാര്യമാണ്. കാന്ത തന്നെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം. അപ്പം ഡയാക്രിനോ ചെയ്ത് ക്രീനോ ആവത്തില്ല എന്ന് പറഞ്ഞാൽ ശരിയാവണ്ണം വിധിച്ചാൽ നാം വിധിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ വിധിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എല്ലാവരും ന്യായത്തിന് മുമ്പാകെ ഒരിക്കലും നിൽക്കേണ്ട വരും എന്നുള്ള കാര്യമാണ് റോമർ 14-ാം അധ്യായത്തിന് 12-ാമത്തെ വാക്യത്തിൽ പൗലോസ് പുസ്തകം തന്നെ പറയുന്നത്. നമ്മളെല്ലാവരും പൗലോസ് ഉൾപ്പെടെ പറയുക, നമ്മളെല്ലാവരും ദൈവത്തിന് മുമ്പാകെ കണക്ക് കൊടുക്കാനായിട്ട് നിൽക്കണം. കണക്ക് കൊടുക്കാനായിട്ട് നിൽക്കുമ്പോൾ കർത്താവ് നമ്മളെ നോക്കി പറയുക, സന്ദീപാണോ, എനിക്ക് നിന്നെ കുറിച്ചൊന്നും വിധിക്കാനൊന്നുമില്ല, നീ ഓൾറെഡി ശരിയാവണ്ണം നിന്നെ തന്നെ വിധിച്ച് ഭൂമിയിൽ ജീവിച്ചവനല്ലേ, വിധിക്കാനൊന്നുമില്ല. വെൽ ഡൺ ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സ്ലേവ്, ഇനി നല്ലത് വിശ്വസനമായ ദാസനെ നന്ന് കർത്താവിൽ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റുവാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഏത് ബഹുമതിയെക്കാട്ടിലും എത്രയോ മടങ്ങുള്ള കർത്താവിന്റെ വായിൽ നിന്ന് കർത്താവിന് നല്ലത് വിശ്വസനമായ ദാസനെ എന്നുള്ള ആ ഒരു വിളി കേൾക്കാൻ പറ്റുവാണെങ്കിൽ, അതായത് നിന്നെ തന്നെ നീ ശരിയാവണ്ണം വിധിച്ചു, എന്റെ വെളിച്ചത്തിന് മുമ്പാകെ നീ ജീവിച്ചു, മനുഷ്യരുടെ മുമ്പാകെ അവരെക്കാട്ടിൽ ഇവരെക്കാട്ടിൽ നീ വിശുദ്ധനാന്ന് പറഞ്ഞുകൊണ്ട് നീ അങ്ങ് കംപ്ലേസന്റ് ആയിട്ട് ഒരു സുഖസുഷുപ്തിയിലേക്ക് പോയില്ല. നീ എനിക്ക് വലിയ മുട്ടൊന്നുമില്ല, ഞാൻ അത്ര മോശമൊന്നും അല്ല എന്ന് പറഞ്ഞ് ലളിതയ്ക്ക് മൂപ്പനെ പോലെ ഇരുന്നില്ല. മറിച്ച് നീ മുമ്പാകെ താഴ്മയോടെ നുറുക്കത്തോടെ ആത്മാവിന്റെ ദാരിദ്ര്യത്തോടെ നീ പാപികളി പ്രധാനിയാണെന്നുള്ള ആ ഒരു ബോധ്യത്തോടെ, ഞാനാണ് ഏറ്റവും ആവശ്യക്കാരെന്നുള്ള ബോധ്യത്തോടെ നുറുക്കത്തോടെ മുമ്പാകെ നീ ആയിരുന്നു. നീ നിന്നെ തന്നെ വിധിച്ചു. നിന്റെ മനോഭാവങ്ങള്, നിന്റെ ചിന്തകള്, നിന്റെ വാക്കുകള്, നിന്റെ പ്രവൃത്തികള്, നിന്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെയും മുമ്പാകെ ദൈവത്തിന്റെ വെളിച്ചത്തിന് മുമ്പാകെ നീ അഗ്നിയിലൂടെ ശോധന ചെയ്യാനായിട്ട്, പരിശുദ്ധാത്മാവിനെ അഗ്നിയിലൂടെ ശോധന ചെയ്യാനായിട്ട് നിന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളെയും അനുവദിച്ചു. അപ്പൊ അങ്ങനെ മരം, പുല്ല്, വൈക്കോല് പോലെയുള്ള കാര്യങ്ങളെയൊക്കെ നീ ഓൾറെഡി ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ അതെല്ലാം ഇരിച്ചു കളഞ്ഞു. ഇപ്പം ഇവിടെ പൊന്ന വെളിയേറിയ കല്ലുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പം വിധിക്കാനൊന്നും ഇല്ല. അതാ നമ്മൾ 1 കൊരിന്ത്യർ 10-ന്റെ വാക്യത്തിൽ 1 കൊരിന്ത്യർ 11-ന്റെ വാക്യത്തിൽ നമ്മൾ വായിച്ച് എന്താ, നാം ശരിയാവണ്ണം വിധിക്കുകയാണെങ്കിൽ വിധിക്കപ്പെടുകയില്ല. 1 കൊരിന്ത്യർ 10-31 ഞാനിപ്പോ അറിയാതെ പറഞ്ഞു. 1 കൊരിന്ത്യർ 10-31 എന്താ പറയുന്നത് വെച്ചാൽ, എന്ത് ചെയ്താലും കർത്താവിന്റെ നാമോഹത്വത്തിനായിട്ട് ചെയ്യുക, തിന്നാലും കുടിച്ചാലും കർത്താവിന്റെ നാമോഹത്വത്തിനായിട്ട് ചെയ്യുന്ന 1 കൊരിന്ത്യർ 10-31 അറിയുന്നത് നമ്മൾ 1 കൊരിന്ത്യർ 11-31 കൂടെ അറിയണം. ശരിയാവണ്ണം നാം വിധിക്കുകയാണെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ല. അതാ ശരിയാവണ്ണം വിധിക്കുന്നവരാണ് തങ്ങളെ തന്നെ വിശദീകരിക്കുന്നവര്. അപ്പൊ ആ ഒരു കാര്യത്തില് നമ്മളുടെ സഭയിൽ എത്രയൊക്കെ ഊന്നലുണ്ടെന്ന് പറഞ്ഞപ്പോലും നമ്മളുടെ ജീവിതത്തിൽ ആ ഊന്നല് നമ്മുടെ യഥാർത്ഥത്തില് ഇല്ലെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല സഭയിലായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അന്ന കാര്യമില്ല. ആ കർത്താവ്, ഞാൻ CFC സഭയിൽ ഏറ്റവും പദ്യവചനം കേട്ട സഭയിലാണ് ഞാൻ ഇരുന്നത് കേട്ടോ, അതുകൊണ്ട് എന്നെ അങ്ങ് കടത്തി വിട്ടേക്കണം. ഞാനും എല്ലാരും വിധിക്കാനൊക്കെ പറഞ്ഞു. എല്ലാരും എന്റെ അപ്പുറം ഇപ്പുറം ഇരുന്ന ആൾക്കാരൊക്കെ വിധിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പിന്നെ അത്ര സീരിയസ് ആയിട്ട് തോന്നിയില്ല. ഞാൻ കുറച്ചൊന്ന് ലാഘവത്തോടൊക്കെ എടുത്തു. എന്നാലും ഞാൻ അവിടെയൊക്കെ കൂട്ടത്തിലുണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞ കർത്താവ്, ഞാൻ കൂട്ടത്തോടല്ലേ വിളിക്കാൻ വന്നത്, നീ ഓരോരുത്തരായിട്ട് എന്റെ മുമ്പാകെ കണക്ക് കൊടുക്കാനായിട്ടാ ഞാൻ വിളിക്കുന്നതെന്ന് പറയും. അന്ന് കർത്താവിനെ ആ സ്നേഹം പറഞ്ഞ എന്നെ നോക്കുമ്പോ അന്ന് എനിക്ക്
ലജ്ജിച്ച് തല താഴ്ത്തുവാൻ ഇടവരരുത്. അതിനുവേണ്ടിയായിരുന്നു ദൈവം നമ്മളോട് സ്നേഹത്തോടെ സംസാരിക്കുന്നത്. നമ്മളെ തന്നെ വിധിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിരപ്പ് പ്രാപിക്കാനുള്ള കാര്യങ്ങൾ, ആരെങ്കിലോടെങ്കിലും ക്ഷമിക്കാനോ ആരോടെങ്കിലും ക്ഷമ ചോദിക്കാനോ എന്തെങ്കിലും തിരിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ തന്നെ ഉള്ള ഒരു നമ്മളുടെ മനോഭാവങ്ങളിലും ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും ഒക്കെ ഉള്ള ഓരോ യേശുവിന് നിരക്കാത്തതായ, കർത്താവിന്റെ ജീവന് നിരക്കാത്തതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പല തരത്തിലുള്ള ചില ലോകപ്രകാരം നോക്കുമ്പോൾ ലോകത്തിലെ ആൾക്കാർക്ക് ഇതൊക്കെ വലിയ പാപമാണോ, ഇതൊക്കെ അല്ലേ മനുഷ്യർ ഇങ്ങനെയൊക്കെ അല്ലേ. പക്ഷേ കർത്താവിന്റെ വിശുദ്ധിയോട് കമ്പയർ ചെയ്യുമ്പം യേശുവിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ്, ആ ഒരു പ്യുവർ വൈറ്റ്, നമ്മള് മങ്ങിയ വെളിച്ചത്തിലൊക്കെ ഇരിക്കുമ്പം ഉടുപ്പിൽ എന്തെങ്കിലുമൊക്കെ കറയോ ചുളുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും ആരും കാണത്തൊന്നുമില്ല. എന്നാൽ നല്ല വെളിച്ചത്തിലേക്ക് വരുമ്പോൾ അയ്യോ ഇതെല്ലാം അല്ലാതെ കറയും ചുളുക്കോ ഒക്കെ ഉണ്ടല്ലോ, എല്ലാവരും കാണുന്നുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ നമ്മളുടേതായ ഒരു കുറച്ച് വെളിച്ചമൊക്കെ ഉണ്ട്, അതിൽ തന്നെയൊക്കെ ഇനി ഇരുന്ന വലിയ കുഴപ്പമില്ലെന്നൊക്കെ നമുക്ക് തോന്നി. എന്നാൽ കർത്താവിന്റെ വെളിച്ചത്തിലേക്ക് കൂടുതൽ കൂടുതൽ വരുമ്പോൾ അവിടെ ചെറിയ ചെറിയ പല പല കാര്യങ്ങളും ഒക്കെ കർത്താവ് ഇനിയും ചില ചുളുക്കങ്ങളും കറയും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. കർത്താവ് എന്നെ കഴുകണമേ. അതാ തന്നെ നിർമ്മലീകരിക്കുന്ന കാര്യം നമ്മൾ 1 യോഹന്നാൻ 3:3 വായിച്ചു. 2 കൊരിന്ത്യർ 7:1 വാക്യം കൂടെ വായിക്കാം. 2 കൊരിന്ത്യർ 7-ാം വാക്യത്തില് നമ്മൾ എന്താ വായിക്കുന്നേ? അവിടെ അതുകൊണ്ട് ഉള്ളത് കൊണ്ട്, therefore എന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ തുടങ്ങുന്നേ. ഈ മലയാളത്തില് നമുക്ക് പ്രിയമുള്ളവര് ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളത് കൊണ്ട് പറഞ്ഞാല് അതുകൊണ്ട്, എന്തുകൊണ്ട്, എന്ത് വാഗ്ദത്തങ്ങളാ? കർത്താവ് പറയുവാണ്, നീ വേർപെട്ടു വാ, അശുദ്ധമായിട്ടുള്ളതൊന്നും തുടരുത്. അതാ നമ്മളവിടെ അതിന്റെ ബി സെപ്പറേറ്റ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അതിന്റെ 16-17 വാക്യങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്. ബി സെപ്പറേറ്റ്, വേർപെട്ടിരിക്കുകയും അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുകയും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതിലൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് ഞാൻ പിതാവ്, നിങ്ങൾ എനിക്ക് പുത്രന്മാരും ആയിരിക്കുന്ന സർവശക്തനായ ദൈവം അരുളി ചെയ്യുന്നു. ആ സർവശക്തനായ ഓൾമൈറ്റി, പാൻഡാക്ലെറ്റോ എന്ന് പറഞ്ഞ ആ ഓൾമൈറ്റി എന്നുള്ള ദൈവത്തെ കുറിക്കുന്ന 10 തവണ പുതിയ നിയമത്തിൽ ആ പാൻഡാക്ലെറ്റോർ, സർവശക്തൻ എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് 9 വെളിപാട് പുസ്തകത്തില്ല, 1 തവണ മാത്രമേ വെളിപാട് പുസ്തകത്തിൽ അല്ലാതെ പ്രയോഗിച്ചിട്ടുള്ളൂ. അത് എവിടെയാന്ന് ചോദിച്ചാൽ ഈ 2 കൊരിന്ത്യർ 6:18 വാക്യത്തിൽ, നമ്മളിപ്പം വായിച്ച വാക്യത്തില് ആ സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് സർവശക്തനായ ദൈവം പറയും, അതെല്ലാം വേർപെട്ട് ഇരുന്ന ഞാൻ നിനക്ക് പിതാവായിരിക്കും, നീ എനിക്ക് പുത്രന്മാരും ആയിരിക്കും, അല്ലെങ്കിൽ നീ കുഞ്ഞുങ്ങളായിരിക്കും. ചില പുത്രന്മാരും ആയിരിക്കുന്ന ആ ഒരു പക്വതയുടെ ഒരു അവസ്ഥയുണ്ട്. മറിച്ച് അല്ലെങ്കിൽ നീ ഈ ഇപ്പൊ കൊച്ചു പിള്ളേരൊക്കെ എന്താ ചെളിയിലും മണ്ണിലും ഒക്കെ കിടന്നുകൊണ്ട്, വലിയ ആൾക്കാർ ചെളിയിലും മണ്ണിലൊക്കെ കിടന്നുറങ്ങാൽ അയ്യോ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു നമ്മൾ പറയും. കൊച്ചു പിള്ളേരാകുമ്പോൾ പിന്നെ അവർക്ക് അറിയത്തില്ല, അവർ ഈ മണ്ണിലും ചെളിയിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ തറ കിടക്കുന്നതൊക്കെ വായിലെടുത്ത് വെക്കും കൊച്ചു പിള്ളേര്. എന്നാ നമ്മള് ദൈവത്തിന് കുഞ്ഞുങ്ങളായിട്ട്, നമ്മൾ കർത്താവിനെ സ്വീകരിക്കുന്നവർക്ക് എല്ലാം അവന്റെ നാമത്തെ കൈക്കൊണ്ട് അവന്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു. യോഹന്നാൻ 1:12. ദൈവത്തിന്റെ മക്കള്, ടെക്നോൺ എന്ന് പറഞ്ഞൊരു പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മക്കള്, ദൈവ മക്കളാവും. നമ്മള് ഒരു ശൈശവാവസ്ഥയിൽ ആണ് ജനിച്ചു വീഴുന്നത്, നല്ല കാര്യം തന്നെ. എന്നാ വളരുമ്പോ നമ്മള് ദൈവത്തിന്റെ പുത്രന്മാരും ആകുന്നു. ഹുയാസ് എന്ന് പറഞ്ഞൊരു പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ ഇവിടെ നമ്മള് ഈ നമ്മൾ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നാഥനും രക്ഷകനുമായിട്ടൊക്കെ സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവം മക്കളാകുന്നു. എന്നാൽ പുത്രന്മാരുമായി ആ പക്വതയിലേക്ക് വരുന്ന എപ്പോഴാണ്? നമ്മൾ ഈ വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ വേർപെട്ട് ഇരിക്കുമ്പോഴാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള വലിയ വാഗ്ദത്തങ്ങളുണ്ട്. അതുപോലെ നിങ്ങളെ ശത്രുക്കളെ സ്നേഹിക്കുകയും, അപ്പോൾ സ്വർഗസ്നായ പിതാവിന് പുത്രന്മാരാകുന്ന നമ്മളവിടെ മത്തായി 5-ാം അവസാനമൊക്കെ വായിക്കുമ്പോഴും ആ ഒരു ഹുയാസ് എന്ന് പറഞ്ഞൊരു പദം അവിടെ വായിക്കുന്നത്. ദൈവാത്മാവ് നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാകുന്നു എന്നാണ് യഥാർത്ഥത്തിൽ റോമർ 8:14 ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. എന്നാൽ സത്യവേദ പുസ്തകത്തിൽ തെറ്റായ പരിഭാഷയാണ് മക്കളാകുന്നു എന്നുള്ള. അവിടെ മക്കൾ എന്നുള്ള വാക്ക് വെട്ടിയിട്ട് പുത്രന്മാർ എന്ന് വേണം അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. റോമർ 8:14 ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം, ദൈവാത്മാവിനാൽ ജനിച്ചവരെല്ലാം മക്കളാകുന്നു. എന്നാൽ ദൈവാത്മാവിനാൽ നിറയപ്പെട്ട് ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവര് അവര് ദൈവത്തിന്റെ പുത്രന്മാരാകുന്നു. അത് പക്വതയെ കുറിക്കുന്ന ഒരു വാക്ക്. എന്നാൽ സത്യവേദ പുസ്തകത്തിൽ അത് മക്കളാകുന്നു എന്നുള്ളത് അത് അത്ര കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ അല്ല. പുത്രന്മാരാകുന്നു, ഹുയാസ് എന്ന് പറഞ്ഞൊരു പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ സൺസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നുണ്ട്. മറ്റൊരു ചിൽഡ്രൻ ഓഫ് ഗോഡ് ആണെങ്കിൽ ഇത് സൺസ് ഓഫ് ഗോഡ്. അത് ആ പക്വതയെ കുറിക്കുന്ന ഒരു വാക്കായിട്ടാണ് നമ്മൾ ഹുയാസ് എന്ന് പറഞ്ഞൊരു പദം അവിടെ കാണുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ അങ്ങനെ ആവട്ടെ, നിങ്ങൾ പുത്രന്മാരും ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് 7-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിലെ പ്രിയമുള്ളവർ, ഈ വാഗ്ദത്തങ്ങൾ ഇത്രയും വലിയ ദൈവത്തിന്റെ പുത്രന്മാരുമായിട്ട് ഒരു വലിയ രാജാവിന്റെ അതായത് ഇപ്പൊ നമ്മളുടെ വലിയ ഇന്ത്യൻ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, അല്ലെങ്കിൽ US പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ,
US പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് വരുമ്പോൾ തന്നെ അതിന് ഇന്ത്യൻ വംശജയായിട്ടുള്ള ആളാണ്, വൈസ് പ്രസിഡന്റ് ഇന്ത്യയുടെ ഭാര്യ ഇന്ത്യൻ വംശജയാണെന്നൊക്കെ പറഞ്ഞ് തന്നെ മാധ്യമങ്ങളൊക്കെ എത്ര വലിയ വലിയ ഇതായിട്ടാണ് പറയുന്നത്. എന്നാൽ ഈ സർവത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരും ആകുവാനുള്ള വലിയ വാഗ്ദത്വം ഉള്ളതുകൊണ്ട്, ഇത്രയും വലിയ പ്രോമിസ് ഒക്കെ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ആ പുത്രന്മാരാകണമെങ്കിൽ, ഈ വേർവിട്ട് വരണമെങ്കിൽ എന്താ നമ്മളെ തന്നെ നിർമ്മലീകരിച്ചു കൊള്ളേണ്ടിയിരിക്കുന്നു, നമ്മളെ തന്നെ വിശുദ്ധിയെ തികച്ചു കൊള്ളേണ്ടിയിരിക്കുന്നു. ശരിയാണ്, കർത്താവ് നമ്മളെ ബാക്കി ലോകക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ എത്ര വിശുദ്ധന്മാരാ. നമ്മളുടെ ജീവിതത്തിലെ ആ ഒരു എന്താ പറയുക, മറ്റുള്ളവർ മദ്യപിക്കുന്നു, പുകവലിക്കുന്നു, സിനിമയും കൂത്താടി അവര് ലോകക്കാരെ പോലെ അങ്ങ് അവരെ ആടിപ്പാടി അങ്ങ് ആ ഒരു തലത്തിൽ അവരെ ചീത്തവിളിയും ബഹളവും പ്രശ്നങ്ങളും വഴക്കും ഒക്കെ ആയിട്ട് പോകുന്നു. അപ്പൊ അവരെ പിടിച്ചു നോക്കുമ്പോൾ ഇവര് നമ്മൾ എത്ര വിശുദ്ധരായ സഹോദരന്മാരെന്ന് അവിടെ കൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ട് നിൽക്കരുത്. മറിച്ച് എന്താ ചെയ്യേണ്ടത്? ഒന്നാമത്തെ ഭാഗത്തിൽ പ്രിയമുള്ളവർ, ഇത്രയും വലിയ വാഗ്ദത്തങ്ങളൊക്കെ ഉള്ളപ്പം നാം എന്ത് ചെയ്യണം? ഇത്രയും വലിയ ഒരു പൊസിഷനിലേക്ക് ദൈവം നമ്മൾ വിളിക്കുന്ന രാജാവിന്റെ പുത്രന്മാരും പുത്രിമാരും പറയുമ്പോൾ ആ ഒരു സ്റ്റാറ്റസ്, ആ ഒരു ഡിഗ്നിറ്റി, ആ ഒരു മാന്യത നിലനിർത്തണം. അപ്പൊ അതിനുവേണ്ടി നാം ജഡത്തിലെയും ആത്മാവിലെയും, അതായത് പുറമേ ഉള്ളതും അകമേ ഉള്ളതും, അതായത് ജഡത്തിലെയും ആത്മാവിലെയും സകല കൽമശവും എന്ന് പറഞ്ഞാല്, ജഡത്തിലുള്ളതെന്ന് പറഞ്ഞാല് നമ്മുടെ സ്വയജീവനിൽ നിന്ന് പുറമേ വരുന്നു. നമ്മുടെ കോപം വാക്കിലൂടെ അങ്ങ് വരുന്നു, അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെ ആ കോപമോ മോഹമോ കാര്യങ്ങളൊക്കെ വെളിപ്പെടുന്നു. അത് ജഡത്തിലെ കൽമശങ്ങൾ. അത് ലോകത്തിലെ ആൾക്കാർക്ക് വരെ അത് വെളിപ്പെടുന്ന കാര്യങ്ങള്, മറ്റുള്ളവർക്ക് വെളിപ്പെടുന്ന കാര്യങ്ങൾ, ജഡത്തിലെ കൽമശങ്ങൾ. അതങ്ങ് നമ്മുടെ ജഡത്തിൽ നിന്ന്, സ്വയജീവനിൽ നിന്ന് അതങ്ങ് ഒരു പ്രവൃത്തിയായിട്ട്, ഒരു വാക്കായിട്ട് വെളിപ്പെടുന്നു. എന്നാൽ ആത്മാവിലെ കൽമശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ജഡമാകുന്ന തിരശ്ശീല തന്നെ അതിൽ നിന്ന് അത് ദേഹിയുടെ തലത്തിലൂടെ, ദേഹത്തിന്റെ തലത്തിലൂടെ വരുമ്പോൾ അത് ജഡത്തിലെ കൽമശങ്ങളാവുന്നു. എന്നാൽ ഈ ജഡമാകുന്ന തിരശ്ശീല തന്നെ ആത്മാവിനോട് പറ്റിയിരിക്കുക, ആത്മാവിനെയും ദേഹിയും തിരിക്കുന്നതായി ജഡമാകുന്ന തിരശ്ശീല. അപ്പോ ആത്മാവിലെ കൽമശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാല്, നമ്മളുടെ മനോഭാവങ്ങളിലോ നമ്മളുടെ ചിന്തയിലോ ചില ഭാവങ്ങളിലോ ഒക്കെ ഉള്ള ദൈവത്തിന് ചേരാത്തതായിട്ടുള്ള പല കാര്യങ്ങൾ. എന്നാൽ അതൊരു ബാഹ്യമായിട്ടുള്ളൊരു പാപമായിട്ടൊന്നും വെളിപ്പെട്ടില്ല. നമ്മളിലുള്ള ചില മനോഭാവം, ചില മുൻവിധി, ചിലരെ വിധിക്കുന്ന മനോഭാവം, ചിലരെ പുച്ഛിക്കുന്ന മനോഭാവം, നമ്മളെന്തോ ആണെന്നുള്ളൊരു ഭാവം, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ, ചില കോപവും ചില എരിച്ചിലും, ചില അസ്വസ്ഥതയും, ചില സ്വാർത്ഥതയൊക്കെ, ചില സുഖലോലുപതയും, അങ്ങനെയൊക്കെയുള്ള ലോകത്തിന്റെ കാര്യങ്ങളുള്ള ഒരു പറ്റിച്ചേരലും, മനുഷ്യമാനം തേടുന്ന കാര്യങ്ങളും, അങ്ങനെയുള്ള കാര്യമൊക്കെ അത് പുറമേ അങ്ങ് ജഡത്തിന്റെ പ്രവൃത്തിയായിട്ട് വെളിപ്പെടാം. നമ്മുടെ വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുവാണെങ്കിൽ ജഡത്തിലെ പാപമാ. എന്നാൽ അത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ, നമുക്ക് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അത് നമ്മളുടെ ആത്മമനുഷ്യനിലെ ഒരു പൊടിയായിട്ട് അങ്ങിരിക്കുക. അപ്പൊ അതാ കർത്താവിന്റെ വചനമാകുന്ന ജലത്താല് നമ്മൾ കഴുകപ്പെടേണ്ടതായിട്ടുള്ള ഒരു കാര്യം. നിന്നെ ഞാൻ കഴുകുന്നില്ലെങ്കിൽ എനിക്ക് നിന്നോട് പങ്കില്ല എന്നൊക്കെ കർത്താവ് അവിടെ യോഹന്നാൻ 13-ാം അധ്യായത്തിൽ പത്രോസിനോട് പറയുമ്പോൾ, അത് ഈ ഒരു കാല് കഴുകുന്ന ഒരു ഇതാ. നമ്മളുടെ ആത്മമനുഷ്യന്റെ കാലുകള് നമ്മൾ ലോകത്തിലൂടെ നടക്കുമ്പോൾ ചില പൊടി, ലോകത്തിൻ്റെതായ ചില പൊടി അങ്ങ് പറ്റുന്നു. നമുക്ക് മൊത്തം കുളിക്കേണ്ട കാര്യമില്ല. മൊത്തം നമ്മൾ കർത്താവ് രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ നമ്മൾ മൊത്തം കുളിച്ചു. പിന്നെന്താ, ഓരോ ദിവസവും കർത്താവിന്റെ വചനത്തിന്റെ കഴുകല് നമ്മള് കർത്താവിൽ നിന്ന് കേട്ട് ഒരു മുഴുവനായിട്ടുള്ള കഴുകല് ഓരോ ദിവസവും നമ്മൾ പ്രാപിക്കുന്നു. എന്നാൽ നമ്മൾ ഈ ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും ലോകത്തിലെ പല ആൾക്കാരോട് ഇടപെടുകയും ചില ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ പല അവിശ്വാസികളുമായിട്ടൊക്കെ പല കാര്യങ്ങൾ സംസാരിക്കുകയും ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ, ശരിയാണ്, ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ ആ കാര്യങ്ങളും ചില കാര്യങ്ങൾ എന്റെ ടൈം ചിലപ്പം കുറച്ച് കൂടുതൽ അങ്ങ് വേസ്റ്റ് ആയിപ്പോയി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങള്, അങ്ങനെയൊക്കെയുള്ള നമ്മളുടെ ആത്മാവിലെ ചില കൽമഷങ്ങള്. അപ്പൊ പുറമെ അത് ജഡത്തിന്റെ പ്രവൃത്തിയായിട്ട് വെളിപ്പെടുന്നില്ല എന്ന അകമയുള്ള ചില കാര്യങ്ങൾ, അത് ജഡത്തിലെയും ആത്മാവിലെയും കൽമഷങ്ങള് വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധ. ദൈവഭയം ഇപ്പം ആത്മാവിലെ കൽമഷം മറ്റു മനുഷ്യർ കാണുന്നില്ല. അപ്പം പിന്നെ അവരിപ്പം നമ്മൾ വിശുദ്ധി അത് കഴുകിയില്ലല്ലോ, അവിടെ സഭയിൽ ആരും അറിയത്തില്ല, വേറെ ആരും അറിയുന്നില്ല, ആത്മാവിലെ കൽമഷമല്ലേ, അത് അവിടെ ഇരുന്നാലും ഇപ്പൊ നമുക്ക് വിചാരിക്കും. എന്നാൽ നമുക്ക് ദൈവഭയം ഉണ്ടെങ്കിൽ കർത്താവ് അവിടുന്ന് ഇത് കാണുന്നു. അവിടുന്ന് ഇത്ര വിശുദ്ധനായ ദൈവത്തിന് മുമ്പാകെയാണ് ഞാൻ ഈ ഒരു സ്വാർത്ഥതയും നികളവും ഈ ഒരു അസ്വസ്ഥതയും എരിച്ചിലും ഒക്കെ ആയിട്ടിരിക്കുന്നത്. വേറെ ആരും അത് കണ്ടില്ല. നമ്മുടെ ഹൃദയത്തിലുള്ള ചില അസ്വസ്ഥതയും ചില അസൂയയും ചില അസ്വസ്ഥതയും ചില
സംതൃപ്തിയില്ലായ്മ, ഒരു തൃപ്തിയില്ലാത്ത പരാതിയും പരുവത്തിൽ, അത് വേറെ ഒന്നും വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെ ഒന്നും വെളിപ്പെട്ടില്ല. പക്ഷെ എങ്കിലും നമ്മളുടെ ഉള്ളത്തിലുള്ള ആ ഒരു ഇത് നമുക്കത് മനസാക്ഷിയിൽ, നമുക്കത് ആത്മാവിന്റെ കണ്ണായ മനസാക്ഷിയിൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റി. ഇത് കാലിൽ ഒരു പൊടിയായിട്ടിരിക്കുവാണ്. പക്ഷേ ദൈവഭയം ഉണ്ടെങ്കിൽ നമുക്കവിടെ നമ്മളെ തന്നെ വിശുദ്ധിയിൽ നമ്മൾ തികച്ചുകൊള്ളും. പക്ഷെ ദൈവഭയമൊന്നുമില്ല, മനുഷ്യഭയനേ ഉള്ളൂ. ആ ബാക്കി ആൾക്കാരൊന്നും കാണുന്നില്ല. ഇതിപ്പം എന്റെ ഉള്ളത്തിലുള്ള കാര്യമില്ല, ഇതിപ്പം അവിടെ ഇരുന്നാലും ഇപ്പൊ എന്തുവാ, അത് കുറച്ച് അവിടെ ഇരിക്കട്ടെ, പിന്നെ ഞാൻ സൗകര്യം ഉണ്ടെങ്കിൽ കഴുകാം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവിടെ നമുക്ക് ദൈവഭയമില്ല, നമ്മൾ വിശുദ്ധി തികയ്ക്കുന്നുമില്ല. ഈ വിശ്വാസത്തിന് നിലനിന്ന ഭാഗ്യം അവിടെ ക്ഷണിക്കപ്പെട്ടോടുകൂടെ കല്യാണ സദ്യ ഉണ്ണാനായിട്ടിരിക്കാം. എന്നാൽ കാന്തയായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ജഡത്തിലെ ആത്മാവിലെയും സകല കൽമഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക. പെർഫെക്റ്റിംഗ് ഹോളിനെസ്, അതായത് പെർഫെക്റ്റിംഗ് ഹോളി, പെർഫെക്ഷൻ എന്നുള്ള വാക്ക് പലർക്കും പേടിയുള്ള പദമാണ്, ഇങ്ങനെ സാഗ്ലൂർ പറയും. എന്നാൽ ആ പേടി മാറ്റാനായിട്ട് വേറെ പലപ്പോഴും അവർ പ്രസിംഗ് കൊണ്ട് പെർഫെക്ഷൻ നമ്മള് ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് അഴുക്കും കുറച്ച് അണുക്കളും ഒക്കെ ഉള്ള ഹോസ്പിറ്റൽ മതി എന്ന് നമ്മൾ പറയത്തില്ല. ഏറ്റവും പെർഫെക്റ്റ്, ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള ഹോസ്പിറ്റൽ വേണമെന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുമ്പോൾ ഏറ്റവും നല്ല സ്കൂൾ, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്കൂളിൽ വിടാൻ നമ്മൾ നോക്കും. എന്നാൽ സഭയുടെ കാര്യം വരുമ്പോ അത് പിന്നെ കുറച്ച് വഴക്കും പ്രശ്നമൊക്കെ ഉള്ള, കുറച്ച് ലോകമയത്തൊക്കെ ഉള്ള സഭയായാലും സാരമില്ല, അത് പിന്നെ എങ്ങനെങ്കിലും ഒക്കെ പോയാൽ മതി. പക്ഷെ നമ്മൾ ആത്മീയ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്ക് പെർഫെക്ഷൻ എന്ന് പറഞ്ഞ പേടിയാ. അതൊക്കെ അങ്ങ് ദുരുപദേശമാണ് എന്ന്. ഓഫ്കോഴ്സ് സിൻലെസ് പെർഫെക്ഷൻ, പാപരഹിതമായ പൂർണ്ണത കർത്താവ് വരുമ്പോഴേ ആവത്തുള്ളൂ, കർത്താവിനെ പോലെ നമ്മൾ ആയിത്തീരത്തുള്ളൂ. എന്നാൽ ആ പെർഫെക്ഷനിലേക്ക് പ്രസവം ചെയ്യാനാ, വിശുദ്ധിയിലേക്ക് ആയിക, ആ പൂർണ്ണതയിലേക്ക് ആയിക, പരിജ്ഞാന പൂർത്തിയിലേക്ക് ആയിക എന്നാണ് എബ്രായർ 6:1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. അപ്പം പെർഫെക്റ്റിംഗ് ഹോളിനെസ്, ആ ഒരു കർത്താവെ അവിടുന്ന് നിർമ്മലനായിരിക്കുന്നത് പോലെ ഇന്നത്തെ നിർമ്മലീകരിക്കാൻ കർത്താവിനെ സഹായിക്കണം. അത് പെർഫെക്റ്റിംഗ് ഹോളിനെസ്. പിന്നെ നമ്മളിപ്പോ 1 യോഹന്നാൻ 3:3 കണ്ടു, 2 Corinthians 7:1 വാക്യം കണ്ടു. പിന്നെ 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ നമുക്ക് അധികം ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സമയമില്ല, എങ്കിലും നമുക്ക് അറിയാവുന്ന വാക്യമാണ്. 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ അതിന്റെ 20-21 വാക്യങ്ങളിൽ നമ്മൾ എന്താ വായിക്കുന്നത്? 2 തിമോത്തിയോസ് എന്ന് പറയുമ്പോൾ പൗലോസിന്റെ അവസാനത്തെ ലേഖനമാണ്. കാരാഗ്രഹത്തിൽ ഇരുന്നുകൊണ്ട് പൗലോസ് തന്റെ പ്രിയ ശിഷ്യനായിട്ടുള്ള തിമോത്തിയോസിന് എഴുതുക. അവിടെ സഭയാകുന്ന വലിയൊരു ഭവനത്തെ കുറിച്ച് പറയുക. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് എന്ന് പറയുമ്പോൾ അതിന്റെ തൊട്ട് മുമ്പേ അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദത്തെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ 16-ാമത്തെ വാക്യത്തിൽ ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങള് ഒക്കെ ഒഴിഞ്ഞിരിക്കുക. നമുക്ക് ആത്മീയവർദ്ധന ഉതകാത്തതായിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ചില വാക്ക് തർക്കങ്ങളും പരദൂഷണങ്ങളും പല അഭിപ്രായ പ്രകടനങ്ങളും അതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 22-ാമത്തെ വാക്യത്തിൽ യൗവനമോഹങ്ങളെ വിട്ട് ഒഴിയുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. 23-ാമത്തെ വാക്യത്തിൽ ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കം ശണ്ട ജനിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്ന ആ ക്ലെൻസിങ് ഹിം, തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ, വിശുദ്ധിയെ തികയ്ക്കുന്നവൻ, അവനെ തന്നെ വിധിക്കുന്നവൻ നമ്മള് 1 Corinthians 11:31 കണ്ടു. തന്നെ നിർമ്മലീകരിക്കുന്നവൻ 1 യോഹന്നാൻ 3:3 കാണുന്നു. എന്നാൽ വചനത്തിലുള്ള ഈ ഒരു ഊന്നല്, എന്നാൽ ഇന്ന് ക്രിസ്ത്യകുലത്തിൽ ആ ഒരു ഊന്നലുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങൾ വാലല്ല തലയാകും, നിങ്ങൾക്ക് 1.5 കോടി പോക്കറ്റിലിട്ടോ അല്ലെങ്കിൽ പേഴ്സിലിട്ട് തരും, നിങ്ങൾക്ക് 8 കോടിയുള്ള ഭവനം ചർച്ച പണിയാനായിട്ട് എനിക്ക് നിങ്ങൾ കാശ് തന്നാൽ മതി, നിങ്ങൾ 1 മാസം ശമ്പളം ഇഞ്ഞ് തന്നു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങൾ വിതയ്ക്കുക കൊയ്യും അതെന്നൊക്കെ പറഞ്ഞ് അതുപോലൊക്കെയുള്ള ഉള്ള വലിയ വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞ ഇൻവേർട്ടർ കോമനുള്ള അനുഗ്രഹ പ്രഭാഷണങ്ങളൊക്കെയാ ഇന്ന് ക്രിസ്ത്യകുലത്തിൽ എവിടെ നോക്കിയാലും. ദൈവം നിങ്ങളെ അത് ചെയ്യും ഇത് ചെയ്യും, ദൈവത്തിന് എല്ലാം ചെയ്യാൻ പറ്റും, പക്ഷെ ഞങ്ങൾക്ക് പണം തരാൻ മാത്രം പറ്റത്തില്ല ദൈവത്തിന്, അതുകൊണ്ട് നിങ്ങൾ പണം തന്നോണം, ബാക്കി എല്ലാ അത്ഭുതങ്ങളും ദൈവം ചെയ്തോളൂ. എന്നാൽ പണം തരാൻ മാത്രം ദൈവത്തിന് കഴിവില്ല, അതുകൊണ്ട് നിങ്ങൾ വേണം ആ പണം തരാൻ. ബാക്കി എല്ലാ ദൈവം വലിയ വലിയ ദൈവമാണ്, ഞാൻ വലിയ അപ്പോസ്റ്റലാണ്, ഞാൻ എല്ലാവരുടെയും പ്രോസ്പെരിറ്റി ഒക്കെ ക്യാൻസൽ ചെയ്യാനൊക്കെ പറ്റും, പക്ഷെ പൈസ തരാൻ മാത്രം മാത്രം എനിക്ക് അത് മാത്രം ദൈവം തരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ 1 മാസം ശമ്പളം ഇട്ട് തരണം. വെച്ചാൽ ഡിസംബറിലെ ശമ്പളം എന്ന് പറയുമ്പോൾ ചിലപ്പം ബോണസും കൂടെ കിട്ടുമായിരിക്കും, ചിലപ്പം ക്രിസ്മസ് അതിന്റെ എല്ലാം കൂടെ ചേർത്ത്. ചില ക്രിസ്ത്യൻ ഹോസ്പിറ്റൽസിലൊക്കെ, ക്രിസ്ത്യൻ ഓർഗനൈസേഷനിലൊക്കെ ഡിസംബറിൽ ഈ ബോണസ് കൊടുക്കുന്നത്, നമ്മുടെ ഇവിടെ ഓണത്തിന് ബോണസ് കൊടുക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അപ്പൊ ഡിസംബറിലെ ശമ്പളം എന്ന് പറയുമ്പോൾ അത്രയും കൂടെ കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചായിരിക്കും 1 മാസം ശമ്പളം ഒന്ന് തരണമെന്നൊക്കെ പറഞ്ഞ് ഒരു അപ്പോസ്തലന്മാരെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ചില ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള ഊന്നലുകളൊക്കെയാണ് ഇന്ന് ക്രിസ്തീയ കുലത്തില് ഉള്ള കാര്യങ്ങൾ. എന്നാൽ കർത്താവിന്റെ വചനത്തിലുള്ള ഊന്നൽ എന്താന്ന് ചോദിച്ചാൽ
ഈ ഒരു തന്നെ വിശദീകരിക്കുന്ന ഒരു കാര്യം. അത് നമ്മളിപ്പം 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തില് 21-ാമത്തെ വാക്യം ഇപ്പൊ നമ്മൾ വായിച്ചു, വിട്ടകുന്ന തന്നെ വെടിപ്പാക്കുന്നവൻ വിശുദ്ധിയും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്ക് ഒക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെടിപ്പാക്കുവാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും? വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗമുള്ള നല്ല വേലയ്ക്കായിട്ട് ഒക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമാകും. വെസൽ ഓഫ് ഓണർ, പ്രിപ്പയർഡ് ഫോർ എവറി ഗുഡ് വർക്ക്. ദൈവത്തിന് ഏതൊരു കാര്യത്തിന് വേണ്ടിയും ഉപയോഗിക്കാൻ എനിക്ക് ഇപ്പൊ നമ്മള് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഗ്ലാസ്സോ ഇതൊക്കെ എടുക്കണമെങ്കിൽ വൃത്തിയായിട്ട് എല്ലാം ഷോക്കേസിൽ പൊടിപിടിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും എടുത്ത് നമ്മൾ ഇങ്ങനെ തേച്ച് കഴുകാതിരിക്കത്തില്ലേ. ഏതൊരു കാര്യത്തിന് എപ്പോഴും വൃത്തിയായിട്ടൊക്കെ ഇരിക്കുന്ന പാത്രങ്ങള് നമ്മള് അത് ഏറ്റവും പെട്ടെന്ന് എടുത്ത് അത് ഏറ്റവും മാനകാര്യത്തിന് ഉപയോഗിക്കുന്നു പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും വെടിപ്പായിട്ട് കർത്താവിന് ചില വചനങ്ങൾ പറയാനുണ്ട്, ചില തിരുത്തലുകൾ കൊടുക്കാനുണ്ട്, ചില ഉത്സാഹങ്ങൾ കൊടുക്കാനുണ്ട്, ചില പ്രോത്സാഹനം കൊടുക്കാനുണ്ട്. അപ്പോൾ ആരെ ഉപയോഗിക്കണം? 10 ദൈവമക്കളുണ്ട്, 9 കറ പിടിച്ചിരിക്കുക, 9 ഇങ്ങനെ സ്വയത്തില് ഇങ്ങനെ കറ പിടിച്ചിരിക്കുക. ഒരാള് മുമ്പാകെ ആ ഒരു താഴ്മയുടെ നുറുക്കത്തോടെ കർത്താവെ ആരിൽ ചെയ്യണമേ അടിയും കേൾക്കുന്നു എന്ന് പറഞ്ഞിരിക്കും. കർത്താവ് ആരെ ഉപയോഗിക്കും? നമുക്കറിയാം. ആ ഒരു ഒരുങ്ങിയിരിക്കുന്ന ആളെ കർത്താവ് ഉപയോഗിക്കും. മറ്റവര് കറയൊക്കെ പിടിച്ചിനിപ്പോ അവര് തന്നെ കഴുകി എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ ഉപയോഗിക്കാൻ നോക്കാം. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ ഒരു മാനകാര്യത്തിനും മാനകാര്യത്തിനും ഹീനകാര്യത്തിനും ഒക്കെ ആയിട്ട്, മാന്യമായിട്ടുള്ള കാര്യത്തിനും ഹീനമായിട്ടുള്ള കാര്യത്തിനുമായിട്ടൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം നമ്മള് അവിടെ പൊന്നും വെള്ളിയും ഉള്ള സമ്മാനങ്ങളും മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. 2 കാറ്റഗറി പറയുന്നുണ്ട്. എന്നാൽ നമ്മളതിനെ വിശദീകരിക്കുമ്പോൾ ദൈവത്തിന് ഏറ്റവും വിലയുള്ളതായിട്ടുള്ള പൊന്നും വെള്ളിയും അതുപോലുള്ള പാത്രങ്ങളായിട്ട് തീരുന്ന ഒരു കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത് ഇത്. അപ്പൊ അങ്ങനെയുള്ളവരാണ് എന്തായി തീരുന്നത്? കാന്തയുടെ ഭാഗമായിട്ട് തീരുന്നത്. മറ്റുള്ളവർക്ക് കല്യാണ സദ്യ കഴിച്ചിട്ട് എമ്പകം വിടാം. അപ്പൊ നമ്മള് ദൈവമുമ്പാകെ അവർ നൂറുമേനി ഫലം കായ്ക്കുവാനുള്ള ഒരു ആഗ്രഹവും വാഞ്ചയും നമുക്കുണ്ടോ? അതോ അതൊക്കെ വലിയ വലിയ വിശുദ്ധന്മാർക്ക് പറഞ്ഞിട്ടുള്ളത് എനിക്കുണ്ട്. കൂടുതൽ കിട്ടിയതിനോട് കൂടുതൽ ചോദിക്കും. അപ്പൊ ഞാൻ അയാളെ പോലെ അദ്ദേഹത്തെ പോലെ ആ ബ്രദറിനെ പോലെ അല്ലെങ്കിൽ ജീസസിനെ പോലെ എനിക്ക് അത്രയും കർത്താവ്യമൊന്നും അറിയത്തില്ല എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട കാര്യത്തില്ല. നമുക്ക് കിട്ടിയ വെളിച്ചത്തില് കർത്താവ് എനിക്ക് പൂർണ്ണമായിട്ടും അങ്ങയോട് റെസ്പോണ്ട് ചെയ്യണമെന്ന് നമ്മളെ തന്നെ നിർമ്മലീകരിക്കുവാണെങ്കിൽ കർത്താവിനെ നമ്മളെ ഏത് കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. നമ്മെ തന്നെ അതുപോലെ നമ്മൾ വിശദീകരിക്കുവാനായിട്ട് ദൈവത്തിന്റെ വെളിച്ചത്തിന് മുമ്പാകെ നമ്മളായിരിക്കുവാണെങ്കിൽ കർത്താവിനെ നമ്മളെ തന്റെ കാന്തയായിട്ട് ചേർപ്പാൻ പറ്റും. നമുക്ക് അതിനായിട്ട് കർത്താവെ നമ്മളുടെ യാതൊരു യോഗ്യതയും കൊണ്ടല്ല, എന്നാൽ കർത്താവെ എല്ലാം പ്രസംഗിച്ചിട്ടും ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആയി പോകാൻ പറ്റുമെന്നാണ് പൗലോസ് 1 Corinthians 9:27 പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഭയത്തോടെ എന്നെ തന്നെ ബഫിറ്റ് ചെയ്യുന്നു. ഞാൻ എന്നെ തന്നെ ഞാൻ 1 Corinthians 9 അവസാനത്തെ വാക്യം കൂടെ വായിക്കട്ടെ. അതാ പൗലോസ് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും പൗലോസ് പറയും ഇത്രയൊക്കെ പറഞ്ഞ്. അതിപ്പം അവിടെ ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം 1 Corinthians 9:27 മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന്. അപ്പൊ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതെന്ന് പറയുമ്പോൾ അത് 2 അർത്ഥത്തിൽ നമുക്കത് എടുക്കാം. നമ്മളൊരു പൗലോസിന് ഇനിയിപ്പോ രക്ഷയൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പറയുന്നത്. ശരിയാണ്. അങ്ങനെ ആ ഒരു തരത്തിലേക്ക് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും പോകാം. ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് അങ്ങനെ അതുണ്ട്. എന്നാ പൗലോസ് അതുപോലെ അത്രയും തീക്ഷ്ണതയോടെ ഇരിക്കുന്ന അപ്പോസ്തലൻ വിശ്വാസത്തിൽ നിന്ന് വീണു പോകുന്ന കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യം. പക്ഷേ അദ്ദേഹം യഥാർത്ഥത്തിൽ കൊള്ളരുതാത്തവനാണെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് എന്ന് പറയുമ്പോൾ എന്തിൽ നിന്ന് ഡിസ്ക്വാളിഫൈഡ്? ആ പ്രൈസ് കിട്ടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവർക്കും പ്രൈസ് കിട്ടാൻ വേണ്ടി ഓടാൻ നോക്കും. ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്ന പ്രൈസിന്റെ കാര്യം പറയുന്നത്. അത് ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? കാന്തയാകുന്ന കാര്യമാണ്. മറിച്ച് 30 ആ റേസിന്റെ ആ ഓട്ടക്കളത്തിന് 30 പേര് ഓടുന്നവരും 60 പേര് ഓടുന്നവരും ഉണ്ട്. 60% ഓടി തീർക്കുന്നവരും 30% ഓടി തീർക്കുന്നവരുണ്ട്. എന്നാൽ ഓട്ടം തികയ്ക്കുന്നവരാണ് പ്രൈസ് കിട്ടുന്നവര്. അവരെ ഓട്ടം തികച്ചു എന്ന് ഇതേ പൗലോസ് തന്നെ 2 Timotheus 4 7-ാമത്തെ വാക്യത്തിൽ പൗലോസിനെ പറയാൻ സാധിച്ചു. 7-ാമത്തെ വാക്യത്തിൽ പൗലോസിന് പറയാൻ സാധിച്ചു. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പൗലോസ് ആ ഒരു ദൈവഭയത്തില് മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനാണ്, ഞാൻ തന്നെ ഡിസ്ക്വാളിഫൈഡ് ആയി പോകാം എന്ന് വെച്ചാൽ ഞാൻ തന്നെ ട്രാക്ക് തെറ്റി ഓടാം, അല്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങ് ഓട്ടം മുഴുമിപ്പിക്കാൻ പറ്റാതെ ഇരിക്കാം. അതിന്റെ ആ സമയം കഴിഞ്ഞു, പക്ഷെ ഞാനിവിടെ ഓട്ടം മുഴുമിപ്പിച്ചില്ല. കർത്താവിനെ വിളിച്ചു, എന്റെ മരണം എത്തി, അല്ലെങ്കിൽ കർത്താവിന്റെ 2ാമത്തെ വരവെത്തി. പക്ഷെ ഞാന് കർത്താവ് ആഗ്രഹിച്ച ആ ഒരു സമർപ്പണത്തിലേക്ക് വന്നില്ല. അങ്ങനെ തന്നെ ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ വെറുതെ
ഇരുന്നാ പോരെ, ഞാൻ അങ്ങ് എന്തായാലും ഞാൻ രക്ഷിക്കപ്പെട്ടവനാ, ഞാൻ വലിയ അപ്പോസ്തലനായ, വലിയ സഭ, ഇത്ര സഭ സ്ഥാപിച്ചു, ഇത്ര തിരുവെഴുത്ത് എഴുതി, അതുകൊണ്ട് ഞാനൊക്കെ അങ്ങ് കാന്തയായിക്കൊള്ളും. അങ്ങനെയല്ല, മറിച്ച് ഡിസ്ക്വാളിഫൈഡ് ആയി പോകാതിരിക്കണം. ഞാൻ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി എത്രയോ ചെയ്യുന്നത്. ഐ ബഫിറ്റ് മൈ ബോഡി, ഐ ഡിസിപ്ലിൻ മൈ ബോഡി ആൻഡ് മേക്ക് ഇറ്റ് മൈ സ്ലീവ്. എന്റെ ശരീരത്തെ ഞാൻ എന്ത് ഭക്ഷിക്കണം, എന്ത് പറയണം, എന്ത് പറയരുത്, ഞാൻ എങ്ങനെ സമയം ചെലവഴിക്കണം, എങ്ങനെ പണം ചെലവഴിക്കണം, എത്ര സമയം ഉറങ്ങണം, എത്ര സമയം ഞാൻ വ്യായാമം, അല്ലെങ്കിൽ എന്റെ ജോലിയുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ബാക്കി നാവിന്റെ ഉപയോഗം, ഓരോ കാര്യത്തിലും എന്റെ സമയത്തിന്റെ ഉപയോഗം, ആ കാര്യത്തിലെല്ലാം കർത്താവ് ഒരു അച്ചടക്കം അവിടെ എന്നെ തന്നെ ഞാൻ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവ് വിശുദ്ധരായിരിക്കുന്നവർ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം പറഞ്ഞതിന് ശേഷവും ഞാൻ തന്നെ ഡിസ്ക്വാളിഫൈഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ടെന്ന് ആ ഒരു ഭയത്തോടെ കണ്ട ആ ഒരു അപ്പോസ്തലന്റെ മാതൃക എത്ര വലിയൊരു മാതൃകയാണ്. അതുകൊണ്ട് പൗലോസിനെ ഓട്ടം തികയ്ക്കാൻ സാധിച്ചു. നമുക്കും ആ ഒരു ഭയത്തോടെ, ദൈവഭയത്തോടെ മുമ്പാകെ വിശുദ്ധ തികയ്ക്കാനായിട്ട് കർത്താവിലേക്ക് നമുക്ക് നോക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, കർത്താവെ, ഞങ്ങളുടെ നിത്യതയെ കുറിക്കുന്ന വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഞങ്ങൾ കേട്ടത്. കർത്താവെ, ഞങ്ങൾ എത്ര, കർത്താവെ, അയോഗ്യരാണ്, ഞങ്ങള് എത്ര അപ്രാപ്തരാണ്, പ്രാപ്തിയില്ലാത്തവരാണ്. എങ്കിലും അവിടുത്തേക്ക് ഞങ്ങളെ പ്രാപ്തിയുള്ളവരാക്കുവാൻ കഴിയും. അവർ സഫിഷ്യൻസി, അവർ ആഡിക്വസീസ് ഫ്രം യു. നിങ്ങളുടെ പ്രാപ്തി കർത്താവെ അങ്ങിൽ നിന്നാണ്. 2 Corinthians 3:5 ഞങ്ങൾ വായിക്കുന്ന പോലെ ഞങ്ങളുടെ സഫിഷ്യൻസി, ഞങ്ങളുടെ ആഡിക്വസി, ഞങ്ങളുടെ പ്രാപ്തി അങ്ങിൽ നിന്നാണ്. കർത്താവെ, ഈ കാന്തയാകാൻ പോയിട്ട് കർത്താവെ, ആ സ്വർഗത്തിന്റെ ഏഴലത്ത് വരാൻ പോലും ഞങ്ങൾക്ക് ആർക്കും യോഗ്യതയില്ലല്ലോ. ഞങ്ങൾ നീച പാപികളാണല്ലോ. ഞങ്ങളെ തേടി അവിടുന്ന് വന്നു. എന്നാൽ അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചതിന്റെ, അവിടുത്തെ ആ ക്രൂശിലെ യാഗത്തിന് ഒരു പൂർണ്ണ പ്രതിഫലമാകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതമായി തീരുവാനായിട്ട് ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. കർത്താവെ, ഞങ്ങളെ കർത്താവെ അവിടുത്തെ മുമ്പാകെ കർത്താവെ ഞങ്ങളെ തന്നെ വിശദീകരിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അവിടുത്തെ സ്നേഹത്തിന്, അവിടുത്തെ വിശുദ്ധിക്ക്, അവിടുത്തെ ആസ്വസ്ഥതയ്ക്ക് ചേരാത്തതായിട്ടുള്ള പല കാര്യങ്ങളും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് കാണിച്ചു തരുമ്പോൾ ആ സത്യത്തെ സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണേ. കർത്താവെ, അങ്ങനെ മാനസാന്തരപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണേ. ആ സത്യത്തെ സ്നേഹിക്കാതെ, അതിനെ കൈക്കൊള്ളാതെ കർത്താവെ ഭോഷ്ക് വിശ്വസിക്കുമാറുള്ള ഭോഷ്കിന്റെ ആത്മാവിനെ ജീവിതത്തിന് അയച്ചു തരേണ്ട വരുന്ന ആ ഗതികളിലേക്ക് ഞങ്ങൾ ആരും കർത്താവെ വന്നു പോകരുത് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സിലിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന സത്യത്തെ സ്നേഹിക്കുവാനും, അത് കർത്താവെ ആ വചനത്തെ അതുപോലെ തന്നെ എടുക്കുവാനും, കർത്താവ് സീരിയസ് ആയിട്ട് എടുക്കുവാനും, അങ്ങയോട് കൂടുതൽ പറ്റിച്ചേരുവാനും ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, ഞങ്ങൾക്ക് അന്ന് അങ്ങയോട് ചേർന്ന് ജയിക്കുന്നവന് ആ സിംഹാസനത്തിൽ അങ്ങയോട് ചേർന്ന് ഇരിപ്പാൻ അങ്ങോട്ട് വരം നൽകുമെന്ന് പറഞ്ഞതുപോലെ കർത്താവെ, ഞങ്ങൾക്ക് അവിടുത്തെ വലത് ഭാഗത്ത് നിത്യപ്രമോദങ്ങളുള്ള അവിടുത്തെ ആ വലത് ഭാഗത്ത് കാന്തയായിട്ട് കാണപ്പെടണം. ഇന്ന് തന്നെ അതുകൊണ്ട് കർത്താവെ, അങ്ങോട്ട് ഏറ്റവും ചേർന്നിരിപ്പാൻ, ദൂരം വിട്ട് പിൻഗമിക്കാനല്ല കർത്താവെ, മറിച്ച് അവിടുത്തെ ഏറ്റവും ചേർന്ന് തന്നെ പിൻഗമിക്കുവാൻ, അവിടുന്ന് പോകുന്നിടത്തൊക്കെയും പോകുവാൻ കർത്താവെ അന്നും ഇന്നും കർത്താവെ അന്ന് സാധിക്കേണ്ടതിന് ഇന്നും അതിനായിട്ട് ഞങ്ങളെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിനാണ് ഞങ്ങളെ നിറച്ചാട്ട് കർത്താവെ. നിത്യതയുടെ കാര്യങ്ങളെല്ലാം കർത്താവെ വളരെ സീരിയസ് ആയിട്ട് എടുക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേട്ട വചനങ്ങൾ കർത്താവെ അത് ഭൂതാത്മാക്കൾ വന്ന്, പക്ഷികൾ വന്ന് കൊത്തിക്കൊണ്ടു പോകാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. മീറ്റിംഗിന് ശേഷവും ഈ കാര്യങ്ങളെ ഓർത്ത് ധ്യാനിക്കുവാനും കർത്താവെ അവിടുത്തെ മുമ്പാകെ ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ. ശരിയാമണ്ണം ശോധന ചെയ്യുവാൻ, ശരിയാമണ്ണം ഞങ്ങളെ തന്നെ വിധിക്കുവാനും, അന്ന് ഒരു നാള് വിധി ദിവസത്തില് എന്റെ ഈ മോനെ കുറിച്ച്, എന്റെ മോളെ കുറിച്ച് എനിക്കൊന്നും വിധിക്കാനില്ല എന്ന് അവിടുന്ന് നല്ലവന് വിശ്വസനമായ ദാസിനെ ദാസിയെന്ന് പറയുന്ന ആ ഇമ്പസ്വനം കേൾപ്പാനായിട്ട് കർത്താവ് ഞങ്ങള് ആഗ്രഹിക്കുന്നു, വാഞ്ചിക്കുന്നു. കർത്താവെ, സഹായിക്കണമേ. അവിടുന്ന് തന്നെ സഹായിക്കണമേ. ഞങ്ങളെ കൊണ്ട് രാവിലെ കർത്താവെ സഹായിക്കണം. എല്ലാ യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമീൻ.